നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങളാണ് ഇന്ന് തെരുവിലിറങ്ങിയത്. വൈറ്റ് ഹൗസ് മുതൽ ഇവിടെ കൊച്ചു കേരളത്തിൽ വരെ അതിൻ്റെ അലയൊലികൾ മുഴങ്ങുകയാണ്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ വംശഹത്യ അവസാനിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ വരെ വേണമെന്ന് മുറവിളി ഉയരുന്നു. പക്ഷേ ഇവിടെ പ്രതിപക്ഷ സഖ്യത്തിലെ ഒരു നേതാവ് പോലും ഹിന്ദു വംശഹത്യക്കെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഗാസയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയവരെല്ലാം എവിടെ പോയി എന്നതാണ് ഉയരുന്ന ചോദ്യം. ബംഗ്ലാദേശിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നവർ, തുറുങ്കിലടയ്ക്കപ്പെടുന്നവർ, കടുത്ത ആക്രമണത്തിനിരയാകുന്നവർ, ഇവർക്കുമില്ലേ മനുഷ്യാവകാശങ്ങൾ? ജനം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് സാമൂഹിക നിരീക്ഷകൻ ആദർശ് കുനിയിലം, സാമൂഹിക നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവരാണ്. ആദ്യം ശ്രീ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ശ്രീ മോഹൻ വർഗീസ്, അവിടെ വളരെ കൃത്യമായി ഒരൊറ്റപ്പെട്ട സംഭവമല്ല ബംഗ്ലാദേശിൽ നടക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. അവിടെ തെരഞ്ഞു പിടിച്ച് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ പലരും ഹിന്ദു എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കാതെ ന്യൂനപക്ഷം എന്നുള്ള വാക്ക് മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതിലൊരു ശരികേടില്ലേ? യഥാർത്ഥത്തിൽ ഈ ഹിന്ദു കൂട്ടക്കൊലയെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ എന്താണ് മടി? ഈ നിലിമ ഉപയോഗിക്കുന്ന ടേംസ് വംശഹത്യ എന്ന പദമാണോ, മറ്റേതെങ്കിലും പദമാണോ, എത്നിക് ക്ലെൻസിങ് എന്ന പദമാണോ, ഈ നോമൻക്ലേച്ചറിനെ കുറിച്ച് ഒരുപക്ഷെ ആക്ഷേപം ഉണ്ടാകാം. പക്ഷേ വസ്തുതാപരമായി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹം വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഭാഗികമായി തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു ദീർഘകാല പ്രക്രിയയുടെ ഭാഗമാണ്. 22% ഉണ്ടായിരുന്ന ഹൈന്ദവ ജനസംഖ്യ ബംഗ്ലാദേശിൻ്റെ രൂപീകരണം നടന്ന 1971 22% ഓഫ് ബംഗ്ലാദേശ് പോപ്പുലേഷൻ വാസ് ഹിന്ദു. ഇപ്പോഴത് കേവലം 8% താഴെ 7.96% മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ടുണ്ട്. പക്ഷേ അത് കാര്യമായി സർഫസ് ചെയ്തു വരുന്നത് ഇപ്പോഴാണ്. ഒരു ഭരണമാറ്റം വന്നപ്പോൾ ആ ഒരു കാര്യം സർഫസ് ചെയ്യുകയാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിലെ കാര്യം ഒരു ഒറ്റപ്പെട്ട സംഭവമായി എനിക്ക് കരുതാനാവില്ല. ന്യൂനപക്ഷങ്ങളെ വംശഹത്യയ്ക്ക് വിധേയമാക്കുന്ന, അത് വലുതും ചെറുതുമായ രീതിയിൽ വിധേയമാക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം തന്നെ റൈറ്റ് വിങ് റാഡിക്കൽ ഇസ്ലാം കടന്നു വരുന്ന ഭാഗങ്ങളിലാണ് കൂടുതലും ഈ വംശഹത്യ എന്നതുണ്ടാകുന്നത്. അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു റാഡിക്കൽ റൈറ്റ് വിങ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. എല്ലായിടത്തുമുണ്ട്, ലോകത്തെല്ലായിടത്തുമുണ്ട്. അതിൻ്റെ അലയൊലികൾ ബംഗ്ലാദേശിലും സംഭവിക്കുന്നു. ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചത് ഒരു രീതിയിൽ പറഞ്ഞാൽ സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. അതിനുശേഷം വരുന്ന ഒരു ഭരണകൂടത്തിന് കുറച്ച് ഇസ്ലാമിസ്റ്റ് മുഖമാണുള്ളത്. അവർ വളരെ മിതവാദികളായ, എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാ ഗ്രൂപ്പുകളെയും അംഗീകരിക്കുന്ന, അമേരിക്കയോടുൾപ്പെടെ ശണ്ഠ കൂടാൻ പോകാത്ത ഒരു വിഭാഗമാണ് HTS എന്നൊക്കെ പറയുമ്പോഴും അണ്ടർലൈയിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത് റാഡിക്കൽ ഇസ്ലാമാണ്, ജിഹാദി ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകൾ എവിടെയെല്ലാം രാഷ്ട്രീയ അസ്ഥിരത, ഭരണ അസ്ഥിരത, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടോ അവിടെ ഒരു വിമോചക പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിലേക്ക് വരികയാണ്. പലപ്പോഴും സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്, അറബി വസന്തമൊക്കെ സംഭവിച്ചപ്പോൾ ജാസ്മിൻ റവല്യൂഷൻ ഉത്തരാഫ്രിക്കയിൽ തുടങ്ങി, ടുണീഷ്യയിൽ തുടങ്ങി, അൾജീരിയ വഴി, ലെബനൻ വഴി, ലിബിയ വഴി അത് ഈജിപ്തിലെത്തുന്നു. പിന്നീട് അസാദിൻ്റെ, ബഷർ അൽ അസാദിൻ്റെ സിറിയയിലെത്തിയപ്പോഴാണ് അത് പാൻ ഔട്ട് ചെയ്തത്. അതുവരെ ഉണ്ടായ ഭരണമാറ്റങ്ങളെല്ലാം തന്നെ ഈ റാഡിക്കൽ റൈറ്റ് വിങ് ഇസ്ലാമിസ്റ്റ് ഷിഫ്റ്റാണ്. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിച്ചത്. ഇവിടെ നോക്കൂ, ബംഗ്ലാദേശിൽ ഒരു അടിസ്ഥാനപരമായ ഒരു ചെറിയ വിഷയമുണ്ടായിരുന്നു. കാരണം അവരുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ആ വിഷയം ഒരു ജനകീയ പ്രക്ഷോഭത്തിന് വഴിവെച്ചു. ആ പ്രക്ഷോഭകരാരും തന്നെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളായിരുന്നില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, യൂണിറ്റുകൾ, അല്ലെങ്കിൽ സൈലൻറ്റ് സ്ലീപ്പർ സെല്ലുകൾ, അതിൻ്റെ ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു പരകായ പ്രവേശം നടത്തി അതിൻ്റെ ടോണും ടെനറും മാറുകയാണ്. പ്രക്ഷോഭത്തിൻ്റെ, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ടോണും ടെനറും മാറി ബംഗ്ലാദേശിനെ ഇസ്ലാമികവൽക്കരിക്കാൻ, ഒരു ഇസ്ലാമിക് റാഡിക്കൽ സ്റ്റേറ്റാക്കി മാറ്റി ഒരു താലിബാൻ മോഡലിലുള്ള ഭരണം അതിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ബംഗ്ലാദേശിൻ്റെ DNA തന്നെ മാറുകയാണ്.
അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു ബിൽഡപ്പാണ് ബംഗ്ലാദേശിലേക്ക് ഒരുപാട് വർഷങ്ങളായി കടന്നു വരുന്ന റോഹിംഗ്യ മുസ്ലിംസ്. അവിടെ ബർമ മ്യാൻമാറിലെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അവർ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നു. കടൽ മാർഗവും കരമാർഗവും ഒക്കെ ബംഗ്ലാദേശിൻ്റെ തീരത്ത് എത്തിയതിനു ശേഷം ബംഗ്ലാദേശിൻ്റെ പോപ്പുലേഷനെ ഡെമോഗ്രാഫിക്കലി തന്നെ മാറ്റിമറിക്കുകയാണ്. ശരാശരി ബംഗ്ലാ മനസ്സെന്ന് പറയുന്നത് പൊതുവെ ശാന്തമാണ്. ഒരു വലിയ ഒരു വികാരമാണ് ബംഗ്ലാദേശ് എന്ന്, ബംഗാൾ എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്. കവികളുടെയും സാഹിത്യകാരന്മാരുടെയും രാഷ്ട്ര നിർമ്മാതാക്കളുടെയും ഒക്കെ ഇടമായിരുന്ന ബംഗ്ലാദേശിൻ്റെ മനസ്സസ്വസ്ഥമാവുകയാണ്. അപ്പം ബംഗ്ലാദേശിൻ്റെ ബേസിക് സ്ട്രക്ചർ തന്നെ, സോഷ്യൽ ഫാബ്രിക് തന്നെ മാറി വരുന്നു. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് എക്കാലത്തും ഒരു ഇടമുണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ സാഹിത്യ കൃതികൾ, അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ പൊതുജീവിതത്തിലെ സാന്നിധ്യം, ഇതിനെല്ലാം വിലമതിച്ചിരുന്ന ഒരു ഭരണകൂടമായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത്. ഇന്ത്യ അനുകൂലമെന്ന് പലരും വിതിൻ കോട്ട്സ് ഇന്ത്യ അനുകൂലമെന്ന് പറയുമ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായി വസിക്കാനാവുമായിരുന്ന ഒരു കാലഘട്ടമാണ് ഷെയ്ഖ് ഹസീനയുടെ ദീർഘമായ കാലഘട്ടം. പ്രത്യേകിച്ച് 2006 മുതൽ 2024 വരെ തുടർച്ചയായി ഉണ്ടായ 4 ഭരണകൂടങ്ങൾ. അവിടെയൊന്നും കാര്യമായ ഹൈന്ദവ വേട്ട ഉണ്ടായില്ല. അതേസമയം ബീഗം ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അവർ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ വിരുദ്ധത ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവാമി പാർട്ടി, അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയോടൊപ്പമാണ്. അതുകൊണ്ട് അവർ ഇന്ത്യ പക്ഷപാതികളാണ്, അതുകൊണ്ട് അവരെ ആക്രമിക്കണം എന്ന റെറ്ററിക്ക് വന്നത് BNPയുടെ കാലത്താണ്. പക്ഷേ അപ്പോഴും മോഡറേറ്റ് ഒരു ആക്രമണം മാത്രമാണ് നടന്നത്. ഇപ്പോഴിതാ ഒരു നോബൽ ലോറിയേറ്റ് വന്നിരിക്കുന്നു. ഇന്ന് മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പുറപ്പെടുവിച്ച ദിനമാണ്. ആ ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കടുത്ത സ്ട്രക്ചറൽ വയലൻസ് ആണ്. മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ 3rd ഡിഗ്രി ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ബംഗ്ലാദേശ്. ഹൈന്ദവ ദേവാലയങ്ങൾക്കെതിരെ, അതുപോലെ ഹൈന്ദവ വ്യക്തിത്വങ്ങൾക്കെതിരെ നൂറുകണക്കിന് ഇടങ്ങളിലാണ് സമാന്തരമായി ആക്രമണം നടക്കുന്നത്. അവിടെ ഒരുപക്ഷെ ഈ ഇസ്കോൺ സന്യാസിയായിരുന്ന ചിന്മയ കൃഷ്ണദാസിന് ഒരു ലോയറെ പോലും കിട്ടാനാവാത്ത രീതിയിൽ, ഒരു അഭിഭാഷകൻ്റെ സഹായം പോലും ലഭിക്കാനാവാത്ത രീതിയിൽ ഘടനകൾ വയലൻ്റ് ആകുന്ന ഒരു രംഗമാണ്. ഇതാണ് സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയുന്നത്. നീലിമ, എവിടെയെല്ലാം സ്ട്രക്ചറൽ വയലൻസ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സംവരണ പ്രക്ഷോഭമാണ് നമ്മൾ ആദ്യം ബംഗ്ലാദേശിൽ കാണുന്നത്. അത് വിദ്യാർത്ഥികൾ തുടങ്ങി വെക്കുന്നു, ക്യാമ്പസുകളിലേക്ക് പടരുന്നു. അത് പിന്നെ സർക്കാരിനെതിരായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വലിയൊരു വിപ്ലവമായി, അവിടെ സായുധ വിപ്ലവമായി തന്നെ ബംഗ്ലാദേശിൽ അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഷെയ്ഖ് ഹസീന സ്വാഭാവികമായും രാജ്യം വിട്ട് പോരേണ്ടി വരുന്നു. അവിടെ ആ സർക്കാർ നിലംപൊത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഈ സംവരണ പ്രക്ഷോഭം മാത്രമാണ് അജണ്ട എന്നുണ്ടെങ്കിൽ ആ പ്രക്ഷോഭം അവിടെ തീരേണ്ടതാണ്. ഈ യൂനിസ് സർക്കാർ അധികാരത്തിൽ വന്ന് ബംഗ്ലാദേശിൻ്റെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കുകയും അവിടെ സ്വൈര ജീവിതം ഉറപ്പാക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് ഒരു ജനാധിപത്യ സർക്കാർ ആണെങ്കിൽ. പക്ഷേ ഇതിൻ്റെ മറവിൽ നടന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇപ്പോഴും നമ്മൾ കാണുന്നത് അവിടെ ഒരു വംശഹത്യയാണ്. അതായത് ഇതിന് പിന്നിൽ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ഹബ്ബായി പിന്നീട് ബംഗ്ലാദേശ് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ നിമിഷവും അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇപ്പോൾ BNP ഒക്കെ പറയുന്നത് ശരീഅത്ത് നിയമം ഇനി അവിടെ പ്രാവർത്തികമാക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ ചർച്ചകൾ വരുന്നത്. ഹിന്ദു കൂട്ടക്കൊല അങ്ങേയറ്റം നടക്കുന്നു. 22% ഉണ്ടായിരുന്ന ഹിന്ദു പോപ്പുലേഷൻ ഇപ്പോൾ 8% താഴെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ മനുഷ്യാവകാശ ദിനത്തിൽ ആർക്കും ഇതിനെക്കുറിച്ച് വേവലാതിയില്ല എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യം എന്നുള്ളത്, ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ, അവരുടെ സ്വരം, ഇതൊക്കെ ഒരു മാറ്റം വരേണ്ടതല്ലേ? ഇവിടെ നിലിമ there is a double standards involved here. ഇവിടെ ചില കക്ഷികളെങ്കിലും വിദേശത്ത് പലസ്തീനിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത് തീർച്ചയായിട്ടും ശരിയാണ്. 44,800 ചിൽവാനം പേരാണ് ഗാസയുടെ മണ്ണിൽ പിടഞ്ഞു മരിച്ചത് ഇസ്രായേലി ആക്രമണത്തിൽ. അതിനുള്ള കാരണം ഒരുപക്ഷെ ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണമായിരിക്കാം. പക്ഷേ വസ്തുതാപരമായി നോക്കുമ്പോൾ ഏറെയും പിടഞ്ഞു മരിച്ചവരിലേറെയും നിസ്സഹായരായ കുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെയാണ്. അത് തീർച്ചയായും നരഹത്യയാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു സ്വതന്ത്ര പലസ്തീൻ എന്ന രാഷ്ട്രം ഒരു പക്ഷേ ന്യായമായ ആവശ്യം തന്നെയാണ്. എന്നാൽ ഇസ്രായേലിനും അതുപോലെ
ഒരു രാജ്യമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ട്, പലസ്തീൻ അംഗീകരിക്കണം. അപ്പം ഇവിടുത്തെ ആ ഭാഗത്തെ മധ്യ പൗരസ്ത്യ പ്രദേശത്തെ മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. ബഷർ അൽ അസദിൻ്റെ സർക്കാർ നേതൃത്വത്തിൽ സിറിയയിലെ വിമതർക്കെതിരെ അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനം ആണ് നടന്നത്. 5 ലക്ഷത്തോളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 67 ലക്ഷം പേരാണ് പ്രവാസികളായി പലയിടങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്പിൽ ഉൾപ്പെടെ കഴിയുന്നത്. 30 ലക്ഷം പേർ ടർക്കിയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണല്ലോ ടർക്കി ഉൾപ്പെടെ ആ കാര്യത്തിൽ ഇടപെട്ടത്. അതുകൊണ്ട് അത്രയും വലിയ ഡിസ്പ്ലേസ്മെൻറ്റ് മനുഷ്യാവകാശ ലംഘനമാണ്. നമ്മൾ ആവാസ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. നമ്മുടെ പ്രദേശത്തു നിന്ന് നമ്മളെ ഇറക്കി വിടുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ചുട്ടുകൊല്ലുന്നത് മാത്രമല്ല മനുഷ്യാവകാശ ലംഘനമെന്ന് കൂടി ഓർക്കുക. അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ സംവരണം, നീലിമ സൂചിപ്പിച്ചതുപോലെ സംവരണ വിഷയത്തിൽ തുടങ്ങിയതാണ്. 30% സംവരണം ദേശീയവാദികൾക്ക് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് പാകിസ്ഥാനിൽ നിന്നും, അതായത് വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഈസ്റ്റ് പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നതിന് വേണ്ടി പോരാടിയവരുടെ സന്തതി പരമ്പരകൾക്കായി 30% സർക്കാർ സീറ്റ് സംവരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു നീതികേടുണ്ട്. അത് 50 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ മുതലും പലിശയും എല്ലാം എടുത്തു കഴിഞ്ഞു. ഇപ്പോഴും ആ സംവരണം വേണമെന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട ലെജിസ്ലേഷനും കോർട്ട് ഓർഡറും ഉള്ളത് തീർച്ചയായും ഒരു വലിയ വിഭാഗത്തെ അലോസരപ്പെടുത്തി, തൊഴിൽ ആഗ്രഹിച്ച ചെറുപ്പക്കാരെ അലോസരപ്പെടുത്തി അവർ തെരുവിലിറങ്ങിയ സത്യമാണ്. പക്ഷേ ഷെയ്ഖ് ഹസീന ഉള്ള സമയത്ത് തന്നെ അത് പിൻവലിച്ചു എന്ന് ഓർക്കണം. കോടതി ഇടപെട്ട് അത് സ്ക്വാഷ് ചെയ്തു. അങ്ങനൊരു വിഷയമില്ല. അപ്പോൾ പിന്നെ അവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം, സംവരണ വിഷയം അവസാനിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ പ്രക്ഷോഭത്തിന് നിറം മാറുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ സ്ലീപ്പർ സെല്ലുകൾ അഹോരാത്രം പണിയെടുത്ത് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക്, സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ ഇടയിലേക്ക്, BNP പ്രവർത്തകരുടെ ഇടയിലേക്ക് പരകായ പ്രവേശം നടത്തിക്കൊണ്ടാണ് ആ പ്രക്ഷോഭത്തിൻ്റെ ഊടും പാവും അങ്ങ് മാറുകയാണ്. ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രെൻഡ് തന്നെയാണ്. എല്ലായിടങ്ങളിലും ഈ ശക്തികൾ, റൈറ്റ് വിങ്ങേഴ്സ് കടന്നു വരുന്നത് ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളുടെ മറവിലാണ്. അതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നത്. ഭാരതം ജാഗ്രതയോടെ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, ബംഗ്ലാദേശ് അസ്ഥിരപ്പെടേണ്ടത് പാകിസ്ഥാൻ്റെ മാത്രം ആവശ്യമല്ല, ചൈനയുടെ മാത്രം ആവശ്യമല്ല, ഒരു പരിധിവരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെയും ആവശ്യമാണ്. കാരണം അവർക്ക് ബംഗ്ലാദേശിനോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല. ഇന്ത്യ സബ് കോണ്ടിനെൻറ്റിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഗ്ലോബൽ പോളിറ്റിക്സിൽ ഇന്ത്യൻ ഇടപെടൽ ഉണ്ടാകരുത്. റഷ്യ ഉക്രൈൻ പ്രശ്നം പരിഹരിക്കുന്നതിനുൾപ്പെടെ നരേന്ദ്രമോദി നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം നടക്കുമെന്ന ഘട്ടം വരുമ്പോഴാണ്. അതുപോലെ അറബ് ഇസ്രായേലി വിഷയത്തിന് ഇന്ത്യയുടെ ഒരു മധ്യസ്ഥ റോളിൻ്റെ ആ ലെവലിലേക്ക് എത്തുന്നു. ഇതൊന്നും തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ഗ്ലോബൽ പ്ലെയേഴ്സിന് സഹിക്കാനാവില്ല. അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തിൻ്റെ മറവിൽ ആ പ്രദേശത്തെ ഒരു ലോക്കൽ അസ്ഥിരത ഉണ്ടാകണം. അങ്ങനെ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ഈ സൗത്ത് ഏഷ്യയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക വഴി ഒരു സ്റ്റേറ്റസ് കോ നിലനിർത്താൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓർഡർ നിലനിർത്താൻ സാധിക്കുമെന്നതാണ് പ്രശ്നം. ഇന്ത്യക്ക് മേൽ എത്ര വലിയ ജാഗ്രതയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചത്. ഇനി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലാണ്. വസന്ത് സിറിയക്ക് ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ നോക്കൂ, വൈറ്റ് ഹൗസ് മുതൽ ഇന്ന് കൊച്ചു കേരളത്തിൽ വരെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ, ഈ ബംഗ്ലാദേശിലെ കൂട്ടക്കൊലയുടെ പേരിൽ, ഹിന്ദു കൂട്ടക്കൊലയുടെ പേരിൽ, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിനു കൂടി അങ്ങേയറ്റം അപകടകരമായ രീതിയിലേക്കാണ് ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ പോകുന്നത് എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല. നമ്മുടെ അതിർത്തികളിലടക്കം അവരുടെ സേനാവിന്യാസം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഉയരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അവിടെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശികളെ നമ്മൾ ഒരു പരിധിവരെ കണ്ടിട്ടുള്ളത്. അവിടെ ഹിന്ദുക്കൾ കൂട്ട വംശഹത്യയ്ക്ക് ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അപലപിക്കുന്നു എന്നത് മാത്രമേ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നുള്ളൂ, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നുള്ളൂ. ഇങ്ങനെയാണോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? നീലിമ നോക്കൂ, നീലിമ പറഞ്ഞതുപോലെ തന്നെ ചരിത്രപരമായ ബന്ധം ബംഗ്ലാദേശിന് ഇന്ത്യയുമായി ഉണ്ട്. ഇന്ത്യ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ രാജ്യം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങേക്ക് അറിയാമല്ലോ. ഇനി ന്യൂനപക്ഷ വേട്ട എന്ന് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ അല്ലെ പ്രതിപക്ഷ നേതാക്കൾ അവിടെ കോട്ട് ചെയ്യുന്നത് എന്നാണ് അങ്ങ് ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ് അങ്ങ് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങേക്ക് PCR അത് ലഭ്യമാക്കുന്ന എഡിറ്റർ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കൃത്യമായി ശ്രീമതി പ്രിയങ്ക ഗാന്ധി
അവിടുത്തെ ന്യൂനപക്ഷ വേട്ടയിൽ ഹിന്ദുക്കൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത് കൊണ്ട് മാത്രം അവിടുത്തെ ഈ വംശവെറിയെ അങ്ങനെയാണോ, ആ രീതിയിലാണോ ആ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത്? ഇപ്പോൾ ഇവിടെ ഗാസയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഇവിടെ എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭമാണ് കണ്ടത്, UDFന്റെ ആയാലും LDFന്റെ ആയാലും. കേൾക്കൂ, ശ്രീമതി ഗാന്ധിയുടെ ട്വീറ്റിൽ കൃത്യമായി അവിടുത്തെ ഹിന്ദുസ് എന്ന് പറയുന്നുണ്ട്. ഇനി ശ്രീ രാഹുൽ ഗാന്ധി ആണല്ലോ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വാഷിംഗ്ടൺ DC പ്രസംഗത്തെ വലിയ വിവാദമാക്കിയപ്പോ ആ പ്രസംഗത്തിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെ കോട്ട് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ ബോർഡറിലെ വിഷയത്തിലും ബംഗ്ലാദേശിലെ വിഷയത്തിലും സർക്കാർ നയത്തിനൊപ്പമാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞു. സർക്കാരിന്റെ നയം എന്താണ്? സർക്കാരിന്റെ നയം മോശമല്ല എന്ന അഭിപ്രായമാണല്ലോ നീലമയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് വിഷയത്തിൽ ആ നിലപാടിനൊപ്പമാണ് എന്ന് വാഷിംഗ്ടൺ DC പ്രസംഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു. നിങ്ങൾ പക്ഷെ അതിലെ വിവാദത്തിന് പുറകെ പോയി. ഇനി ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾക്ക് ബംഗ്ലാദേശിലെ മാത്രം ന്യൂനപക്ഷങ്ങളല്ല ഞങ്ങളെ സംബന്ധിച്ച് ഈ ലോകത്തിൽ എവിടെ ന്യൂനപക്ഷം പീഡനം നേരിട്ടാലും, അത് ഹിന്ദു ആണെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദു ആണെങ്കിലും അവിടുത്തെ സിഖ് സമുദായക്കാരനാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും, ഇനി ചില മേഖലകളിൽ നേരിടുന്ന ഇന്ത്യയിലെ മുസ്ലിംസ് ആണെങ്കിലും ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇറാനിൽ അല്ലെങ്കിൽ ഗാസയിൽ നേരിടുന്ന മുസ്ലിംസ് ആണെങ്കിലും ഇസ്രയേലിൽ നേരിടുന്ന മുസ്ലിംസ് ആണെങ്കിലും, ഇതിലെല്ലാം ഞങ്ങളുടെ നിലപാട് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്. ഒരു അധികാരമുണ്ട് എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായമാണ് എന്നതിന്റെ പേരിൽ ലോകത്തിൽ എവിടെയും ആരും ആർക്കും നേരെ അധിനിവേശം നടത്തരുത് എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. അത് ഞങ്ങൾ 885 രൂപം കൊണ്ട കാലം തൊട്ട് ഇങ്ങോട്ടുണ്ട്. അത് അങ്ങ് ചരിത്രം പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാവും. നോക്കൂ, ഞങ്ങൾ ഇന്നത്തെ മനുഷ്യാവകാശ ദിനത്തെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മണിപ്പൂരിലെ ക്രിസ്ത്യൻസിനൊപ്പവും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് വലിയ ഭീഷണി നേരിടുന്ന മുസ്ലിം സമുദായത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ സിക്കിം സമുദായത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നത്തെ മനുഷ്യാവകാശ ദിനത്തെ ഇന്ത്യയിലടക്കം ഭീഷണി നേരിടുന്ന, അധിനിവേശം നേരിടുന്ന, അധികാരത്തിന്റെ ഹുങ്കിന്റെ പുറത്ത് സ്വന്തം ജീവിതവും ജീവനും ഒക്കെ കരിപ്പിടിപ്പിക്കാൻ പറ്റാതെ അത് കയ്യിൽ പിടിച്ച് നെട്ടോട്ടം ഓടേണ്ടി വരുന്ന എല്ലാവർക്കും ഒപ്പമാണ്. ഇനി ബംഗ്ലാദേശിലെ വിഷയം എന്താണ്? ബംഗ്ലാദേശിലെ വിഷയം ഒരു പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതാണ്. അതിനെ അങ്ങനെ ചെറുതാക്കി കാണുകയല്ല ഞാൻ ചെയ്യുന്നത്. മറിച്ച് അവിടെ ഈ ഒരു പവർ ട്രാൻസ്മിഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ അവിടെയുള്ള സർക്കാർ അത് പൂർണ്ണാർത്ഥത്തിൽ ഒരു സർക്കാരേ അല്ല. അങ്ങനെ ഒരു സർക്കാർ ഇല്ലാത്തപ്പോ ഒരു കാവൽ പ്രധാനമന്ത്രി നിലകൊള്ളുന്നു, ഒരു ഡമ്മി മന്ത്രിസഭ അവിടെ നിലകൊള്ളുന്നു. ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷമാണോ നിലപാട് സ്വീകരിക്കേണ്ടത്? അല്ലല്ലോ. വലിയ ശക്തിയുള്ള, വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന ഞങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയത് താങ്കളുടെ ശ്രദ്ധയിൽ വന്നില്ലേ? അത് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ, ആ ബംഗ്ലാദേശിന് മേൽ വലിയൊരു സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി അവിടെ എത്തുന്നത്. എത്ര നാളുകൾക്ക് ശേഷമാണ് അവിടെ ഈ പവർ ട്രാൻസ്ഫർ? എത്ര ദിവസങ്ങളായി, എത്ര മാസങ്ങളായി? അവിടെ ഹിന്ദുസ് അടക്കം, നിങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നു, ഞാൻ ഹിന്ദുക്കളും ക്രിസ്ത്യനും സിഖ് അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് എന്നാണ് വരുന്നത്? നവംബർ 27-ന്. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായതിനു ശേഷം മാത്രമാണ് നവംബർ 27-ന് പ്രിയങ്ക ഗാന്ധിയുടേതായ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്താണ്? ഇനി അതൊക്കെ പോട്ടെ, പ്രതിപക്ഷത്തിന് ഞങ്ങൾക്ക് എന്താണ് അവിടെ ചെയ്യാൻ സാധിക്കുന്നത്, അവിടെ ഇടപെടാൻ സാധിക്കുന്നത്? ഒന്നത് ഇന്ത്യയുടെ ഉള്ളിലെ പ്രശ്നമല്ല, മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ ഗാസയുടെ കാര്യത്തിൽ എന്തായിരുന്നു? ഗാസ ഇന്ത്യക്കുള്ളിലായിരുന്നോ? അല്ല, ഗാസയിൽ പ്രതികരിച്ചതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിൽ ഞങ്ങൾ പ്രതികരിച്ചത്. എന്താ തെറ്റുള്ളത്? അങ്ങനെയാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ആദർശ കുനീലം, ഇങ്ങനെയാണോ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്? എത്ര കണ്ട് മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റും? ഗാസയിലും പലസ്തീനിലും കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയൊക്കെ ഇവിടെ ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനതയുടെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുമോ? ഇവിടുത്തെ CPM സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുമോ? ഇന്ത്യ സഖ്യം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും സ്വീകരിച്ചില്ല എന്ന് തന്നെ നമുക്ക് അത് വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഞാനിവിടെ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ ഒരു കാര്യം ഇവിടെ നടന്നത് മുതൽ, ഈ ഒരു ബംഗ്ലാദേശിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായി ഉടലെടുത്ത സമയം മുതൽ തന്നെ ഈ രണ്ട് കക്ഷികളും ഒരു നയ കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, നമ്മുടെ അഡ്വക്കേറ്റ് ബസന്ത് പറയുകയുണ്ടായി,
അതായത് ഇതൊരു ഇന്ററിം ഗവൺമെന്റ് ആണ്, ഇതൊരു ട്രാൻസിഷൻ ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ കണ്ടാൽ മതി എന്ന് അദ്ദേഹം അവിടെ സമർത്ഥിക്കുകയുണ്ടായി. ഞാൻ പറയട്ടെ സുഹൃത്ത്, ഇതേപോലെ ഒരു ഇന്ററിം ഗവൺമെന്റ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നല്ലോ. ശ്രീലങ്കയിലും ഇതേപോലത്തെ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചത്? ആ ഇന്ററിം ഗവൺമെന്റിനെ കൃത്യമായി ശ്രീലങ്കയ്ക്ക് ബെയിൽ ഔട്ട് കൊടുക്കാൻ മുന്നിൽ നിന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണ്. അത് നിന്നുകൊണ്ട് നമ്മൾ ആ രാജ്യത്തിലെ ഇന്ന ഡെമോക്രസി അവിടെ വളർത്തിയെടുത്തു, അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തു. അപ്പൊ ഇതുപോലെയുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ നെയ്ബർഹുഡിലുള്ള ഏത് രാഷ്ട്രമായാലും ആ രാഷ്ട്രത്തിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മുടെ രാജ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇതൊരു ഇന്ററിം ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് ഒരു ഇതിൽ നിന്നൊരു രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം ശരിയല്ല. ഇനി വേറൊരു കാര്യം കൂടി പറയാം. അതായത് ആദ്യം ഇപ്പൊ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപവൽക്കരിച്ചായിട്ട് നമ്മൾ സർക്കാർ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്തു. അപ്പൊ ആദ്യം ചെയ്ത കാര്യങ്ങൾ എന്താണ്? അവർ അത്രയും കാലം ബാൻ ആയിരുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു സംഘടനയുടെ ബാൻ അങ്ങ് എടുത്തു മാറ്റുകയാണ് ചെയ്തിരുന്നത്. ആദ്യത്തെ സർക്കാർ നയപരമായി നിങ്ങൾ ഒരു ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ ആ രാജ്യത്തിനെ ഡെമോക്രസിയെ വീണ്ടും റീസ്റ്റോർ ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടത്? പകരം നിങ്ങൾ ഒരു ഷെയ്ഖ് ഹസീന സർക്കാർ ബാൻ ചെയ്ത ഒരു സംഘടനയുടെ ബാൻ ആദ്യം എടുത്തു മാറ്റുകയാണോ ചെയ്യേണ്ടത്? അതിൽ നിന്ന് തന്നെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളൊക്കെ വ്യക്തമല്ലേ? പിന്നെ അതിനുശേഷം ഏകദേശം 2000-ത്തിന് മുകളിൽ അക്രമങ്ങൾ അവിടുത്തെ മൈനോറിറ്റിക്ക് മുകളിൽ നടന്നല്ലോ. എന്തേ ആരും സംസാരിക്കാത്തത്? ഒരു അക്ഷരം പോലും ആരും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ഭരണഘടനാ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സമയത്ത് എന്താണ് ഇവിടെ ഉണ്ടായത്? പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ലേ? നമ്മൾ ആ പാറ്റേണും ഈ പാറ്റേണും ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അത് എങ്ങനെയാണ് അതിന്റെ പ്രക്ഷോഭം ആരംഭിക്കുന്നത്? ഇതേപോലെ ഡൽഹിയിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്നാണ് ആ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതേപോലെ തന്നെയല്ലേ ബംഗ്ലാദേശിൽ നടന്ന, അതായത് ഒരു ഇലക്ടഡ് ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയായി ചില വിദ്യാർത്ഥികളെ ചില സംഘടനകൾ മാറ്റുകയാണ്. അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അതിനെ എന്തേ നിങ്ങൾ അഡ്രസ് ചെയ്യാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ ആ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല? അവിടുത്തെ ഇരകൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ അദ്ദേഹത്തോട് പറയാനുള്ളത്. ശരി, ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ആദർശ കുനീലം പറഞ്ഞു നിർത്തിയ ഭാഗത്തു നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, നേരത്തെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമായി തുടങ്ങിയ ബംഗ്ലാദേശിലെ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിലേക്ക് എത്തുകയാണ്. അവിടെ ആ സർക്കാർ വീഴുകയാണ്. യഥാർത്ഥ കാരണം അതായിരുന്നുവെങ്കിൽ ആ പ്രക്ഷോഭം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെടുന്നു. ഈ ഇടക്കാല സർക്കാർ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെ ആ നിരോധനം എടുത്തു മാറ്റി അവരെ സജീവമാക്കാൻ പ്രേരിപ്പിക്കുക എന്ന ദൗത്യമാണ് ആദ്യം തന്നെ യൂനിസ് സർക്കാർ കൈക്കൊണ്ടത്. അതിനെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമി അവിടെ നടത്തിയ കൊടും ക്രൂരതകളുടെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു യഥാർത്ഥ ഉദ്ദേശമെങ്കിൽ അങ്ങനെയാണോ വേണ്ടിയിരുന്നത്? അവിടെ 1921 മാപ്പിള ലഹള, അതുപോലെ അനേകം കലാപങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലൊരു അർത്ഥമില്ല. കാരണം ഇസ്ലാമിസ്റ്റ് രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ മിഷൻ 2047 പോപ്പുലർ ഫ്രണ്ടുകാർ എഴുതി ഇവിടെ പബ്ലിഷ് ചെയ്ത അവരുടെ ഒരു ഡോക്യുമെന്റ്. എന്താണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ജനകീയ സമരങ്ങളെ, ജനകീയ വിഷയങ്ങളെ സമരമുഖത്ത് അത് ഏറ്റെടുത്തുകൊണ്ട് അതിൽ തങ്ങളാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന പ്രതീതി ഉണ്ടാക്കി ആ സമരങ്ങൾ തങ്ങളുടേതാക്കി മാറ്റി അതിനുശേഷം ആ വിഷയത്തിലൂടെ തങ്ങളുടെ ലക്ഷ്യമായ മതരാഷ്ട്ര സംസ്ഥാപനം എന്ന് പറയുന്ന സംഗതി അതിലൂടെ നടപ്പിലാക്കണമെന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആ അത്യന്തികമായ ലക്ഷ്യം അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ആ മിഷൻ ഡോക്യുമെന്റിൽ എഴുതിയത്. അതാണ് നമ്മൾ ഇവിടെ ബംഗ്ലാദേശിൽ കാണുന്നത്, അതാണ് നമ്മൾ താലിബാൻ അവിടെ ചെയ്തത് കണ്ടത്, അതാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത്, സിറിയയിൽ കാണുന്നത്. ഏത് ഇസ്ലാമിക റവല്യൂഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് തന്നെയാണ്. ബംഗ്ലാദേശിൽ കണ്ടത് ഒരു ഇസ്ലാമിക് റവല്യൂഷൻ്റെ എല്ലാ സൈൻസ് ആൻഡ് സിംറ്റംസ് തന്നെയാണ് നമ്മളവിടെ കണ്ടത്. അതിന് അവരെടുക്കുന്ന പല വഴികളുണ്ട്, അതിലൊരു വഴി മാത്രമാണത്. ഇതിൽ ഇത്ര വലിയ അത്ഭുതമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അത് അങ്ങനെ ഉണ്ടായിരിക്കെ അത്
വലിയ തോതിൽ അതിനെ കീറി മുറിച്ച് നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളത് മാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു കോമൺ പാറ്റേൺ ആണ്. ഇപ്പൊ ഇന്ത്യ എന്ന നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്ത് പാകിസ്ഥാനും മറ്റൊരു വശത്ത് ബംഗ്ലാദേശും ഒരുപോലെ രോഗാതുരമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതാണ് ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാന പ്രശ്നം. ഇനി ഇതിൽ സംസാരിക്കുന്ന സമയത്ത് പരാമർശിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ആവർത്തിച്ച് നമ്മൾ അവതാരികയാണെങ്കിൽ ചോദിക്കുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് സ്ഥിരമായിട്ട്, ഇവിടെ മാത്രമല്ല പൊതുവേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു കൂട്ടക്കൊല എന്ന് വിളിക്കുന്നില്ല, എന്തുകൊണ്ട് ഈ പ്രശ്നത്തെ കുറച്ച് കാണുന്നു എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവിടെ വരുന്നൊരു കാര്യമുണ്ട്. അതായത് ആ ഒരു വിക്ടിംഹുഡ് എന്ന് പറയുന്ന ഒരു സംഗതി അത് അങ്ങ് സ്ഥാപിക്കുക എന്നുള്ള ഒരു ആവശ്യവും അത് വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, അത് വെച്ചുകൊണ്ട് ഒരു മാനിപ്പുലേഷൻ പോലും സാധ്യമാകുന്ന രീതിയിൽ ഒരു രീതി പൊതുവെ നമ്മുടെ നാട്ടിലുണ്ട് ഈ വിക്ടിംഹുഡിന് എന്ന് പറയുന്നതിന്. അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്തിരിക്കുന്ന, വളരെ വിജയകരമായിട്ട് അത് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു കൂട്ടം ആളുകളെന്നേ ഞാൻ പറയുള്ളൂ. അത് നമ്മളുടെ രണ്ടു കൂട്ടം ആളുകളുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അതിൽ ഒന്നാമത്തെ കൂട്ടം ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, രണ്ടാമത്തെ കൂട്ടം ആളുകൾ അത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ്. നമ്മളിപ്പോൾ ഗാസയിലേക്ക് വിഷയം പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഷയം എന്ത് എന്ന് പോലും ഒരാളെ കൊണ്ട് അതിനകത്തൊരു സംശയം പോലും ഉണ്ടാകാൻ അനുവദിക്കാത്ത രീതിയിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത്, അവരെ അങ്ങനെ ചിന്തിക്കുന്ന ആളെ നിങ്ങൾ സയനിസ്റ്റ് ആണ് എന്ന് വരെ പറഞ്ഞു വെച്ച് അവരെ നിശബ്ദരാക്കുന്ന രീതിയിലേക്ക് ആ വിഷയത്തെ ഇതുപോലെ റാഞ്ചി കൊണ്ടുപോയി ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. അതേസമയം ആ രീതിയിൽ ഒരു വിക്ടിംഹുഡ് കളിക്കാൻ ഹിന്ദുക്കളെ കിട്ടില്ല എന്നതാണ് ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ്, അതൊരു നല്ല ട്രേറ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പകരം നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ ഈ വിഷയം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴും അതിൽ ഒരു ഭാഗം മാത്രം നമ്മൾ എടുക്കുന്നത് ഒരു ഒറ്റ കാര്യം മാത്രമാണ്. അതായത് ഈ വിഷയത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനം അവിടെ ഉണ്ടായിട്ട് അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നതിൽ മാത്രമാണ് നമ്മളുടെ പ്രശ്നമുള്ളൂ. എൻ്റെ പ്രശ്നം അതാണ്. അത് ഒരു ഹിന്ദു ആയതിൻ്റെ പേരിലോ ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലോ അല്ല, അത് മനുഷ്യനായി എന്നതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം. അത് എവിടെയാണെങ്കിലും അത് അഡ്രസ്സ് ചെയ്യപ്പെടണം ഉള്ളിടത്താണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അതല്ലാതെ നമ്മളെ സ്വരാജൊക്കെ പറഞ്ഞതുപോലെ പലസ്തീൻകാരൻ പീഡിത സമൂഹമാണ്, അവൻ എന്ത് തെറ്റ് ചെയ്താലും എന്ത് പോക്കിരിതരം കാണിച്ചാലും അത് നമ്മൾ ക്ഷമിച്ചോളണം, കാരണം അവർ പീഡിത സമൂഹമാണ് എന്ന് ഏതൊക്കെയോ പുസ്തകമൊക്കെ കോട്ട് ചെയ്തിട്ട് പറയണതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനത്തെ ന്യായവാദങ്ങളോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതല്ല അതിൻ്റെ രീതി. അവിടെ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയണം എന്നുള്ളിടത്താണ് ഈ പ്രശ്നത്തിന്റെ ഒരു വ്യാപ്തി കിടക്കുന്നത്. അവിടെയാണ് ഈ വിക്ടിംഹുഡ് എങ്ങനെയാണ് ആളുകളെ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. ഇവിടെ ഈ വിക്ടിംഹുഡ് എന്ന് പറയുന്നത്, അത് വിക്ടിം കാർഡ് കളിക്കുക എന്നൊക്കെ പറയുന്നത്, അത് കളിക്കുന്നതും ഒരു പ്രശ്നമാണ്, ആ കളിയിൽ പെട്ടുപോകുന്ന, ആ ട്രാപ്പിൽ പെട്ടുപോകുന്നതും ഒരു പ്രശ്നമാണ്. ഇവിടെ ഈ ട്രാപ്പിൽ പെട്ടുപോയ ആളുകളാണ് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും ഇവിടെയുള്ള BJP അടക്കം ആ ട്രാപ്പിൽ പെട്ടിട്ടുള്ള ആളുകളാണ് പലപ്പോഴും. അതേസമയം ഈ ട്രാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ആളുകളെ കളിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ, അതായത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടും എല്ലാം അതിനകത്ത് ആ കളി വളരെ ഭംഗിയായിട്ട് കളിക്കുന്ന ആളുകളാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നോടത്താണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് പറ്റുന്നില്ല. രാഷ്ട്രീയക്കാരടക്കം അതിനകത്ത് പെടുന്നു. ഈ ഒടുവിൽ നടന്ന ആ ഒരു ഇലക്ഷന്റെ സമയത്ത് പോലും SDP വോട്ട് ഞങ്ങൾ കോൺഗ്രസിനാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ വർഗീയ വോട്ട് നമുക്ക് വേണ്ട എന്ന് പറയാൻ പോലും ത്രാണിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് ഒക്കെ മാറുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ മതേതരത്വമായാലും ജനാധിപത്യമായാലും ഈ വിക്ടിം കാർഡ് കളിയാണെങ്കിലും ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം, അവർ മാത്രം ശ്രദ്ധിക്കേണ്ട വിഷയമാക്കി മാറ്റുന്നതിനോടാണ് നമുക്ക് യോജിപ്പില്ലാത്തത്. ഇതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് എവിടെ കണ്ടാലും അതിന് ഈക്വലി നിങ്ങൾക്ക് എതിർക്കാൻ കഴിയണം. അതിവിടെ നടക്കുന്നില്ല. ഗാസയിലെ പ്രശ്നം വരുമ്പോൾ അതിലെ വിഷയം എന്ത് എന്ന് പോലും അന്വേഷിക്കാൻ തയ്യാറാകാതെ എന്തു തന്നെ ആയാലും ശരി നമ്മൾ അവരോട് ഒപ്പം നിൽക്കണം എന്ന രീതിയിലേക്ക് ആ മാനിപ്പുലേഷനിൽ പെട്ടുപോകുന്ന, ആ ട്രാപ്പിൽ പെട്ട് ഞങ്ങൾ ഇറങ്ങി നിന്നു കൊടുക്കുന്ന അവസ്ഥ, അതിനെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പുറത്തെ ഒരു വലിയ തോതിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുമ്പോൾ അത് കാണാതെ അവിടെ അതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ചില ചർച്ചയൊക്കെ ഇവിടെ കണ്ടു, അത് റിപ്പോർട്ടിങ് BBC വന്നതും നിങ്ങൾ വായിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ലഘൂകരിക്കുന്ന കാഴ്ച. ഞാൻ അവിടെ ജീവിക്കുന്ന ആളുകളുമായിട്ട് നേരിട്ട് സംസാരിച്ച അനുഭവം കൊണ്ടും കൂടിയാണ് പറയുന്നത്. വലിയ തോതിൽ അവിടെ പ്രസ് ഫ്രീഡം ഒപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം അവിടെ ഒരു 200ഓളം ആളുകളുടെ പ്രസ് ലൈസൻസ് ഒക്കെ റദ്ദാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വക്കീലന്മാരായിട്ടുള്ള ആളുകൾക്ക് ഓപ്പണായിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പോലും മുന്നോട്ട് വരാൻ സാധിക്കാത്ത അവസ്ഥ അവിടെ ഉണ്ട്. അതവിടെ സംഭവിക്കുന്നു. അവിടെ നിലവിലുള്ള സർക്കാരിന് ഏതെങ്കിലും വിധേന വാചാകർമ്മണ ഏതെങ്കിലും വിധേന അതിനെ ഒന്ന് വിമർശിച്ചാൽ, അവർ നാട്ടിലില്ലാത്തവരാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും അവരുടെ വീട്ടുകാരെ
ട്രാപ്പ് ചെയ്യുന്ന അവസ്ഥ, അവരെ ടാർഗറ്റ് ചെയ്യുന്ന, കൊന്നു തള്ളുന്ന അവസ്ഥ. അതിൽ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ് ഇതേപോലെ എന്തെങ്കിലും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ വീട് മാത്രമല്ല, അവർ താമസിക്കുന്ന ആ പഞ്ചായത്ത് അടക്കം കത്തിച്ച് കളയുന്ന കാഴ്ച, ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് നമ്മൾ നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും ഇതൊന്നും പത്രത്തിൽ വന്നിട്ടില്ല എന്നതിന്റെ പേരിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ആനുകൂല്യം അത് നിങ്ങൾ ഇവിടെ ഗാസയിലെ ആളുകൾക്കും കൂടി കൊടുക്കണ്ടേ, ഇസ്രായേലികൾക്കും കൊടുക്കണ്ടേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇരട്ടത്താപ്പ് പറ്റില്ല. മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ അത് എല്ലാ മനുഷ്യർക്കും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ പക്ഷം ചേർന്നുകൊണ്ട് മനുഷ്യാവകാശം പറയുന്ന ആളുകൾക്ക് അതിനുള്ള അവകാശം ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുള്ളൂ. അപ്പൊ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാനുള്ളത്, ഈ വിക്ടിംഹുഡ് കളിക്കാതെ നിൽക്കുന്ന ഒരു രീതി, അത് അങ്ങനെ നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഭാരതം എന്ന രീതിയിൽ നമുക്ക് ഉയരാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോ ചന്ദ്രനിൽ വരെ തൊടുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമൂഹം ഈ വിക്ടിം കാർഡ് കളിച്ച് ജീവിക്കുന്നതിൽ നിന്നും മാറി നമ്മൾ ഒരു റിസൈലിയന്റ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അതിനകത്തൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടത്. അതിന് പകരം ഇത് കാണുന്നില്ല എന്ന് ചോദിച്ച് നിരന്തരം ഇത് തന്നെ ചോദിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അത് നിങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഇവർ കാണിക്കുന്ന ഈ ഒരു വിക്ടിംഹുഡ്, ആ ഒരു ട്രാപ്പ്, അത് നമ്മളും കളിക്കണം, നമുക്കും കളിക്കാനുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ട് എന്ന് അത് നോർമലൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുവഴി ഉണ്ടാകുന്ന വയലൻസിനടക്കം അത് നോർമലൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ പറഞ്ഞു, ഈ വിഷയം അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. അതിലെ ഇരട്ടത്താപ്പുകൾ നമ്മൾ തുറന്നു കാണിക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് അവസാനമായിട്ടും പറയാനുള്ളത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ പങ്കുവച്ചത്. ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു വിക്ടിമൈസേഷൻ, ഇരവാദം മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ ഒരു കാര്യത്തിൽ ഇന്ത്യ ഇടപെട്ടിരുന്നത് തീർത്തും വൈകാരികമായാണ്. നമുക്ക് ഒരുപാട് കൾച്ചറലായും അല്ലാതെയും ഒരുപാട് ബന്ധമുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും വലിയ സാമ്പത്തികമായി വലിയ പ്രശ്നം നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങളാണ്. അവിടെ ഇന്ത്യയുടെ കൃത്യമായ ഇടപെടൽ മൂലം ബംഗ്ലാദേശ് വ്യാവസായികമായും സാമ്പത്തികമായും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സ്ഥിതിയിലാണ് അവിടെ ഇത്തരത്തിൽ വലിയൊരു ചുവടുമാറ്റം ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുകയാണ്. അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ തകർന്ന് തരിപ്പണമാകുകയാണ്. പക്ഷേ അവിടെ കലാപത്തിന് വൻതോതിൽ പുറത്തുനിന്ന് ഫണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ അതിർത്തികളിലെല്ലാം ഈ ബംഗ്ലാദേശിന്റെ ഡ്രോൺ നിരീക്ഷണവും അതുപോലെ ബംഗ്ലാദേശ് സൈന്യത്തെ വിന്യസിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുന്നുണ്ട്. കൊൽക്കത്തയ്ക്കെതിരെ കൽക്കട്ട ഞങ്ങൾക്ക് പിടിക്കാൻ വെറും 4 മണിക്കൂർ മാത്രം മതിയെന്ന് അവിടുത്തെ മുൻ എക്സ് സർവീസ്മെൻ, മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെ വലിയ ഭീഷണി പോലെ മുഴക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയെ അങ്ങേയറ്റം ബാധിക്കുകയാണ്. സാമ്പത്തികമായി ആ രാജ്യം അസ്ഥിരപ്പെട്ട് അങ്ങേയറ്റം ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും അവിടെ ആരാണ് ഇത്തരത്തിൽ ഫണ്ട് ചെയ്യുന്നത്, അത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്നത് പോലും ചർച്ചാവിധേയമാക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? വളരെ റെലവൻ്റായ ചില ആംഗിൾസാണ് നീലിമ ഇവിടെ സൂചിപ്പിച്ചത്. ഒന്നൊരു ഇക്കണോമിക് ആംഗിളാണ്. ബംഗ്ലാദേശ് ഇന്ന് ഒരു ദരിദ്ര രാഷ്ട്രമല്ല, ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു എക്സ്ട്രീംലി പുവർ ഒരു ഓർഡറിൽ വരുന്ന രാജ്യമല്ല ആയിരുന്നു. പക്ഷേ വിവിധ കാരണങ്ങളാൽ ബംഗ്ലാദേശ് ഒരു പ്രൊഡക്ഷൻ ബേസായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് 2006 ശേഷം ബീഗം ഖാലിദ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ നല്ല ഒന്നാന്തരം പ്രോഗ്രസ്സാണ്. ഒരു പ്രൊഡക്ഷൻ ബേസ്, ഒരു കൺസംഷൻ സ്റ്റേറ്റിൽ നിന്നും ഒരു പ്രൊഡക്ഷൻ ബേസിലേക്കുള്ള ബംഗ്ലാദേശിൻ്റെ വളർച്ച അത് കാണാതെ പോകരുത്. അത് സ്വയം വളർന്നതല്ല, നിർലോഭമായ ഇന്ത്യൻ സഹായം കൊണ്ടാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂട്ട്, ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അതുമാത്രമല്ല കോട്ടൺ ക്ലോത്ത്സിൻ്റെ വലിയൊരു സെൻറ്റർ. അപ്പം കോട്ടൺ തുണിക്കെട്ടുകളായിട്ട് മാറ്റുകയും അതുപോലെ വസ്ത്രങ്ങളായിട്ട് റെഡിമെയ്ഡ് ക്ലോത്ത്സ് അമേരിക്കയിലേക്ക് ഉൾപ്പെടെ ഇനി ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ കയറ്റി അയക്കുന്ന ഒരു വളരെ വലിയ ഒരു കയറ്റുമതി വിപണിയാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ്. അതുമാത്രമല്ല ബംഗ്ലാദേശ് ടൂറിസം ഹബ്ബായി പതിയെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഒരുപാട് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി മാറി, അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സഹായമുണ്ട്. അതുമാത്രമല്ല കൃഷി രംഗത്ത് പോലും ഇന്ത്യയുടെ സഹായമുണ്ട്. ലോജിസ്റ്റിക്സ്, ഗതാഗത നിയന്ത്രണങ്ങൾ, ഇതെല്ലാം തന്നെ ഭാരതവുമായി സഹകരിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ വളർച്ചയിൽ ഒരു നിർണായക പങ്ക്, സാമ്പത്തിക വളർച്ചയിൽ ഒരു നിർണായക പങ്ക് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതൊരു കാര്യം. ഇപ്പോൾ ഭാരതത്തോടൊരു ശത്രുതാ നിലപാട് സ്വീകരിക്കുമ്പോൾ
ഭാരതം ബംഗ്ലാദേശുമായുള്ള ആ ഒരു വ്യാപാര ബന്ധമാണ് അവിടെ. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ എന്ന് ഓർക്കണം. അതുപോലെ ഈ സൗത്ത് ഏഷ്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ബംഗ്ലാദേശാണ്. അപ്പോൾ ആ ഒരു ബന്ധം ഒറ്റയടിക്ക് അറുത്തെറിയാനാവില്ല. ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ഒരു നീക്കമെന്ന നിലയിൽ, ഒരു സ്ട്രാറ്റജിക് ഒരു സ്ട്രൈക്ക് എന്ന നിലയിൽ, തന്ത്രപ്രധാനമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിൽ, അതൊരു ഫിസിക്കൽ മിലിറ്ററി സ്ട്രൈക്കല്ല, ഒരു ഇക്കണോമിക് സ്ട്രൈക്ക് എന്ന നിലയിൽ ബംഗ്ലാദേശിന് നേരെ ചെറിയ ഉപരോധമെങ്കിലും പ്രഖ്യാപിച്ചാൽ പൊടിഞ്ഞ് പപ്പടമായി പോകും ബംഗ്ലാദേശ്. അവിടെയാണ് വലിയ വായിലെ വർത്തമാനം പറയുന്നത്, ഞങ്ങൾക്ക് 4 മണിക്കൂറിനുള്ളിൽ കൽക്കട്ട നഗരം പിടിക്കാൻ ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്ന പോരാളികൾ കഴിയുമെന്ന് പറഞ്ഞാൽ ആരെയാണ് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത്? ഭാരതത്തിൻ്റെ സൈനിക സംവിധാനത്തോട് ഏറ്റുമുട്ടി കൽക്കട്ട അങ്ങ് ബംഗ്ലാദേശ് മോചിപ്പിക്കുമെന്നുള്ള രീതിയിലാണോ? ഇതൊക്കെ വമ്പ് പറച്ചിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ദേശീയ സുരക്ഷ ഒരു വിഷയമാണ്. അത് ബംഗ്ലാദേശിനെ പേടിയുള്ളതുകൊണ്ടല്ല, മറിച്ച് ദക്ഷിണേഷ്യയിൽ ചൈനയുടെ ആക്ടിവിറ്റി വളരെ വലുതാണ്. സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസിയിലൂടെ ഇന്ത്യയെ ചുറ്റുപാടും നിന്നുകൊണ്ട് തുറമുഖങ്ങളിലേക്ക് പണം പ്രവഹിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലേക്കും പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖത്തിന് വേണ്ടിയും ശ്രീലങ്കയിലെ ഹമ്പൻതോര തുറമുഖത്തിലേക്കും അതുപോലെ മാലദ്വീപിൻ്റെ തീരപ്രദേശത്തേക്കും വലിയ തോതിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെ പെർമനൻ്റായി ചൈനീസ് സ്വാധീന വലയത്തിലാക്കുകയാണ്. മിലിറ്ററി പ്രസൻസ് ഉൾപ്പെടെ ചൈനീസ് നേവൽ പ്രസൻസ് ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കപ്പെടുമ്പോൾ ഭാരതം അവിടെ ഞെരുങ്ങുമെന്ന ചൈനീസ് ചിന്ത, ആ ചിന്തയെ മറികടക്കാൻ തക്ക രീതിയിലുള്ള ഒരു സഹായം അമേരിക്കയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ക്വാഡിൽ അംഗമായിരിക്കുന്നത്. ഈ 4 രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ഇന്ത്യ, അതുപോലെ ജപ്പാൻ, അമേരിക്ക, ഈ 4 രാജ്യങ്ങളടങ്ങുന്ന ചതുർ രാഷ്ട്ര സഖ്യമായ ക്വാഡിലൂടെ അതിനെ നള്ളിഫൈ ചെയ്യുന്നു. അത് നള്ളിഫൈ ചെയ്യുമ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കംഫർട്ടബിൾ ആകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. ഭാരതത്തിൻ്റെ സുരക്ഷ അമേരിക്ക വന്ന് സഹായിക്കും എന്ന് കരുതി ഇരുന്നിട്ട് ആവശ്യമില്ല. അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് സാമ്പത്തിക കാര്യം, മറ്റേത് ഈ സുരക്ഷാ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, അത് ഭാരതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ഇന്ത്യ നമ്മളെങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ എന്നത് ഇന്നൊരു സാംസ്കാരിക ശക്തിയാണ്. ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞതിന് ശേഷം 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇന്ത്യ ഒരു സിവിലൈസേഷണൽ പവറാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡയസ്പോറ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡയസ്പോറയാണ്. ചൈനീസ് ഡയസ്പോറയേക്കാൾ വിപുലമാണ്, വിസ്തൃതമാണ് ഇന്ത്യൻ ഡയസ്പോറ. അപ്പോൾ ഇന്ത്യയുടെ സാംസ്കാരിക അംശം ലോകത്തെല്ലായിടത്തും പിറന്നു. അതിൻ്റെ ഒരു നല്ല പങ്ക് ബംഗ്ലാദേശിലാണ്. കാരണം അവിഭക്ത ബംഗാളിൻ്റെ 2 ഭാഗങ്ങളാണ്. കിഴക്കൻ ബംഗാളായിരുന്ന ബംഗ്ലാദേശും പടിഞ്ഞാറൻ ബംഗാളായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള പശ്ചിമ ബംഗാളും. അവിടെയുള്ള ജനമെന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരാണ്. ഇന്ത്യൻ ദേശീയതയുമായി ഇഴപിരിയാത്ത ബന്ധമാണുള്ളത്. അപ്പോൾ അത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളാണെങ്കിലും ബംഗ്ലാദേശിലെ ഹൈന്ദവരാണെങ്കിലും തന്നെ ഈ വിശാല ഇന്ത്യൻ ദേശീയതയുടെ നേരവകാശികൾ തന്നെയാണ്. അങ്ങനെയുള്ള അവകാശികൾക്ക് ഒരു വിഷയം വരുമ്പോൾ മുൻകാലങ്ങളിൽ ഇന്ത്യ ഒരു പരിധിവരെ സംയമനം പാലിച്ചിരുന്നു. ഇന്ത്യ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇന്ന് കാനഡയിൽ പോലും ഇന്ത്യക്കെതിരെ വരുന്ന ഹർദീപ് സിംഗ് നിജ്ജറിൻ്റെ വധത്തെ തുടർന്നുണ്ടായ ഒരു കാര്യങ്ങൾ. അപ്പം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻവാദികൾ വിദേശ മണ്ണിൽ പോലും പ്രത്യേകിച്ച് കൊല ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എലിമിനേറ്റഡ് ആകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും ഇസ്രയേലുമൊക്കെ ഒരു കാലത്ത് ചെയ്തിരുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻസ് അജിത് ഡോവൽ നേതൃത്വം നൽകുന്ന ആ ഒരു ചിന്താസരണിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിൽ ആ രീതിയിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ബംഗ്ലാദേശിലെ തീവ്രവാദ താവളങ്ങളിൽ ഇന്ത്യ ബോംബിടണമെന്നൊന്നുമല്ല, അങ്ങനെ താവളങ്ങളുമില്ല. പാകിസ്ഥാൻ്റെ അവസ്ഥയല്ല ബംഗ്ലാദേശിൽ. പാകിസ്ഥാനിൽ ഭീകരരെ ട്രെയിൻ ചെയ്യുന്ന നഴ്സറീസ് ഉണ്ട്, അവിടെ ബോംബ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമ്മൾ വിളിക്കും. പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെയല്ല. ഹൈലി പോപ്പുലേറ്റഡ് ആണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ബംഗ്ലാദേശ് ഇസ് വെരി ഹൈ. അവിടെ ചെന്ന് ഇൻഡിസ്ക്രിമിനേറ്റ് ബോംബിങ് നടക്കില്ല. അവിടെ സാധിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് സാമ്പത്തികമായ ഒരു ചെറിയ ഉപരോധം, 2 എന്ന് പറയുന്നത് അതിശക്തമായ സമ്മർദ്ദമാണ്, നയതന്ത്ര സമ്മർദ്ദമാണ്. ആ നയതന്ത്ര സമ്മർദ്ദത്തിന് വിലയുണ്ടാകണമെങ്കിൽ ലോകവ്യാപകമായി പ്രതിഷേധമുണ്ടാകണം. ബംഗ്ലാദേശിനോട് പറയാൻ കഴിയണം നമുക്ക് ഇത് നടക്കില്ല.
അതിനുള്ള കാര്യം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ പോയിരുന്നു. പോയി ഔപചാരികമായ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ നൊബേൽ ലോറിയറ്റ് കൂടിയായ പ്രസിഡന്റ് മുഹമ്മദ് യൂനിസിൻ്റെ ചെവിയിൽ പറയാനുള്ള കാര്യം പറഞ്ഞിരിക്കാനാ സാധ്യത. ആ കാര്യം പുറമെ ഒരു പബ്ലിക് ഡിബേറ്റിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതാണ് ഔപചാരിക നയതന്ത്രത്തിന് അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔപചാരിക നയതന്ത്രത്തിന് പുറമെ ചില കാര്യങ്ങളാണ്, ചില സൂചനകൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അവഗണിക്കാനാവാത്തൊരു കാര്യമാണ്. പക്ഷേ മുഹമ്മദ് യൂനിസ് ആണോ ബംഗ്ലാദേശിൽ ഫുൾ കമാൻഡ് എന്നത് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഒരു പാവ നേതാവാണ്. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് ഒരു പാവ ആണ്, പലരുടെയും ഒരു കളിപ്പാട്ടമായി പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ആദർശ്, ഇതിൽ ഈ വിദേശകാര്യ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളാണ്. ഇന്ത്യ ഈ ഹൈന്ദവ വേട്ട, ഹിന്ദു വേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജമായി വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. ഇത് ഫേക്കാണ്, ഇത്തരത്തിലൊന്നും അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്നില്ല. ഇന്ത്യൻ മീഡിയ ഉയർത്തിവിടുന്ന വിവാദങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതായത് ബംഗ്ലാദേശിൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, ഒരു പുറത്തു നിന്നുള്ള ഒരു രാജ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് ബംഗ്ലാദേശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും യൂനിസിൻ്റെ വകയാകാൻ സാധ്യതയില്ല. യൂനിസിനെ നിയന്ത്രിക്കുന്ന വൻ ശക്തികൾ അവരുടെ വാക്കുകൾ കടമെടുത്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇന്ത്യയോട് ഇങ്ങനെ പറഞ്ഞ്, ഭാരതത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചില വാദഗതികളാണ് ഇതൊക്കെ. ബംഗ്ലാദേശ് ഇന്ന് വളർന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു വലിയൊരു മതരാഷ്ട്രമായി വളർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് നമ്മുടെ ബോർഡർ ഏരിയാസിലെ ചില സ്ഥലങ്ങളിലേക്ക് അത് വളരാതിരിക്കാനുള്ള പ്രയത്നം കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ മീഡിയ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ സിറ്റുവേഷൻസ് കുറച്ച് ഭയാനകമാണ്, ഭീതിജനകമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപരോധം, ഈ സാമ്പത്തിക ഉപരോധം മാത്രമാണ് ഇതിനൊരു പോംവഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് വേറൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിനേക്കാളും ഏറ്റവും നമുക്ക് സഹായപ്രദമാകുന്ന ഒരു സാമ്പത്തിക ഉപരോധം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും പാർലമെന്റിൽ കുറച്ചുനാൾ മുന്നേ ഒരുപക്ഷെ മീഡിയ അധികം ശ്രദ്ധിക്കാതെ പോയൊരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഈ പ്രക്ഷോഭമൊക്കെ ശക്തമായിരുന്ന സമയത്ത് ഒരുപാട് ഹൈന്ദവ ആരാധനാലയങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആക്രമിച്ച സമയങ്ങളിൽ അദാനി ഗ്രൂപ്പിന് അവിടെ വളരെ പ്രധാനപ്പെട്ട കുറെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്. ആ മേഖലയിൽ പ്രധാനപ്പെട്ട പവർ, പോർട്ട് തുടങ്ങിയ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അദാനി. ഇന്നും പാർലമെന്റിൽ അദാനി ഗ്രൂപ്പിനെതിരെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു, ഇന്നലെയും ഉണ്ടായിരുന്നു. തീർച്ചയായും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അവരെ രാഷ്ട്രീയം കളിക്കട്ടെ. പക്ഷെ അദാനി ഗ്രൂപ്പ് ആ സെപ്റ്റംബർ മാസത്തില് ഒരു ചെറിയൊരു ബില്ല് കൊടുക്കുകയുണ്ടായി ഈ ബംഗ്ലാദേശ് രാഷ്ട്രത്തിന്. ഏകദേശം 1000 കോടിയോളം പവർ തിരിച്ചടയ്ക്കാനുള്ള നമ്മൾ കൊടുത്തിരുന്ന വൈദ്യുതി തിരിച്ചടയ്ക്കാനുള്ള ഒരു നോട്ടീസ് ബംഗ്ലാദേശിന് കൊടുക്കുകയുണ്ടായി. ആ സമയത്തിൽ, ആ ചെറിയൊരു സമയത്തിൽ അവിടുത്തെ ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ശമനം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സാമ്പത്തിക ഉപരോധത്തിന്റെ ഒരു പ്രസക്തി വളരെ വലുതാണ്. ആ ഒരു ഇതിലൂടെ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനലിലൂടെയുള്ള ചർച്ചകളും അതുവഴി തന്നെ നടക്കണം. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇത് ഈ ഉപരോധത്തെക്കുറിച്ചാണ് ആദർശ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഈ അദാനി വൈദ്യുതി കോർപ്പറേഷന്റെ ഒരു നോട്ടീസ് കിട്ടിയപ്പോഴേ ഈ ഹൈന്ദവർക്കെതിരായ പ്രതിഷേധമൊക്കെ, ആ ഒരു ആക്രമണമൊക്കെ കുറച്ച് ഒന്ന് ഒതുങ്ങി എന്ന് വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും അത്തരത്തിൽ അവിടെ വില പോയിട്ടില്ല. ഇത് വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇതിനുമേൽ ഉണ്ടാകണം, ബംഗ്ലാദേശിന് മേൽ ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇന്ന് നോക്കൂ, ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്നും ഒരു പ്രകടനം,
അവിടെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രകടനം വൈറ്റ് ഹൗസിൽ നിന്നും നടക്കുകയുണ്ടായി. അന്താരാഷ്ട്ര സമ്മർദ്ദം ബംഗ്ലാദേശിന് മേൽ കൊണ്ടുവരിക എന്നതായിരുന്നു അവിടെ ആ സംഘടനകൾ ചെയ്തത്. അപ്പോൾ ഉപരോധം കൊണ്ട് മാത്രം ബംഗ്ലാദേശിനെ നമുക്ക് അങ്ങനെ തളയ്ക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം. അങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ താലിബാനെയൊക്കെ നമുക്ക് പണ്ടേ തളയ്ക്കാൻ പറ്റുമായിരുന്നു. തളയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇതിലെന്താ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ആധുനിക സമൂഹം ഒരു വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് ആധുനിക സമൂഹത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ചില സെറ്റ് ഗോൾസ് ഉണ്ട്. അതിനെ മുന്നിൽ നിർത്തി അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുക. പക്ഷേ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ഇസ്ലാമിക ഭീകരവാദമാവുമ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നും തന്നെ ഈ ലോകത്തേക്കുള്ള കാര്യമല്ല. അവിടെ അവർ ചെയ്തു വെക്കുന്നതെല്ലാം അവരുടെ കിതാബിൽ പറഞ്ഞത് പ്രകാരം, അവരോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഉള്ള കുറേ കാര്യങ്ങളാണ്. അതിന് മുന്നിൽ അവരെ തടയാൻ വേറൊന്നും അവിടെ സാധിക്കില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഭീകരത. ഇത് എടുത്തു പറയേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണവും വരുന്നത്. ഇത് നമ്മളെ പൊതുസമൂഹം എത്രത്തോളം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുക. അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് വിരോധം കൊണ്ട് പറയുന്നു എന്നൊക്കെയാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. പക്ഷേ ഇതൊക്കെ ആവർത്തിച്ചിട്ടുള്ള ആളുകൾ മിഡിൽ ഈസ്റ്റിൽ തന്നെയുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ പോലും ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അറബ് ലോകത്തിന് വെളിയിലുള്ള ആളുകൾക്കൊരു ധാരണയുണ്ട്. അവർക്ക് മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും തങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. 2017-ലും 2016-ലൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അന്ന് പറഞ്ഞത് എന്താണ്? അങ്ങനെ ആ ധാരണ കൊണ്ടും ആ ധാരണപ്പുറത്ത് നിങ്ങൾ പല തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നത് കൊണ്ടും ചില പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് നിൽക്കുന്നത് കൊണ്ടും എന്ത് സംഭവിക്കും? നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും കൂടുതൽ എക്സ്ട്രീമിസ്റ്റുകളും കൂടുതൽ ഭീകരവാദികളും പുറത്തേക്ക് വരുന്നത് നിങ്ങൾ കാണാൻ ഇടയാകും എന്ന് പറഞ്ഞത് 2016-17 പറഞ്ഞിട്ട് നമ്മൾ 24 ആവുമ്പോൾ കാണുന്നത് എന്താണ്? അത് സംഭവിക്കുന്നു. അവിടെ ജർമ്മനിയിൽ ഷെരിയ ഫോർ ജർമ്മനി എന്ന് പറഞ്ഞിട്ട് ഉള്ള വിളിയെ നമ്മൾ കേൾക്കുന്ന, UK-ൽ ഷെരിയ ഫോർ UK എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നു. അങ്ങനെ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും കേൾക്കുന്നത് അവിടെ ആ കോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ അത് അവിടെ അവർ പ്രാവർത്തികമാക്കുകയാണ്. മിഷൻ 2047 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ പാകിസ്ഥാനിലായാലും മറ്റുള്ള എല്ലാ സ്ഥലത്തായാലും ഇത് ഒരു കോമൺ ട്രൈറ്റ് ആണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതിനെ സമ്മർദ്ദം വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ആ സമ്മർദ്ദം അതെങ്കിലും മാത്രമാണ് അതിനകത്തൊരു പോംവഴിയായിട്ടുള്ളൂ എന്നത് മാത്രമേ നമുക്ക് അതിനകത്ത് കാണാനുള്ളൂ. അല്ലാതെ വേറൊരു സംഗതിയും അതിനകത്ത് തടയാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്ത ചില പണികളുണ്ട്. അത് ഏതായാലും ചെയ്യാൻ പാകത്തിനുള്ള ആളുകൾ അത് ബംഗ്ലാദേശിൽ ഏതായാലും ഇല്ലാതെ പോയി. അങ്ങനെ ചെയ്തിരുന്ന ആൾ തന്നെയാണ് ഹസീന എന്ന് പറയുന്നത് ഒരു പരിധി വരേക്കെങ്കിലും. കാരണം എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പല നേതാക്കളെയും തൂക്കിക്കൊല്ലുന്നതും അവർ ജയിലിൽ അടയ്ക്കുന്നൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഹസീനയെ പറപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? യൂനിസ് വന്നോടുകൂടി ഈ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മുഴുവൻ റിലീസ് ചെയ്യല്ലേ ചെയ്തത്. ഇതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ സിറിയയിൽ എന്താ കാണുന്നത്? ഇത് തന്നെയല്ലേ അവിടെയും കാണുന്നത്. അപ്പോൾ ഇനി എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾ, ഈ വിഷപ്പാമ്പുകൾ, അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പം കൂടി ഇതിൻ്റെ കൂടെ വരികയാണ് ചെയ്യുക. ഇതും കൂടി നമ്മൾ ഫേസ് ചെയ്യണം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആംഗിളാണ്. ഇത് പലപ്പോഴും ആളുകൾ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു ആംഗിളാണ്. മതത്തിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പോലും പലപ്പോഴും ചർച്ചയാകാതെ പോകുന്ന ഒരു വിഷയം കൂടിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയയിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് വലിയ ഒരു അരക്ഷിതാവസ്ഥ ബംഗ്ലാദേശിൽ നിലനിൽക്കുകയാണ്. അത് പക്ഷേ നമ്മുടെ അയൽ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിർത്തികൾ അങ്ങേയറ്റം ഭദ്രമാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിന് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റൊക്കെ വളരെ കൃത്യമായി ഇത്തരത്തിൽ അവിടെ നിന്ന് വരുന്ന ഈ ഇൻഫിൽട്രേറ്റേഴ്സിനെ തിരിച്ചുവിടുന്നുണ്ട്. അവരെ നാട് കടത്തുന്ന ഒരു സമീപനം കൈക്കൊള്ളുന്നുണ്ട്. ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല ഉണ്ടായ സമയത്ത് പോലും കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ അവിടെ ഫാറൂഖ് അബ്ദുള്ളയെ പോലുള്ള ആളുകൾ അവിടെ രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. റോഹിംഗ്യൻ അഭയാർത്ഥി പരിവേഷം ഇട്ടുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, പുറത്ത് ഈ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ റോഹിംഗ്യൻസ് സൃഷ്ടിക്കുന്ന ഒരു അപകടം ഇതൊക്കെ കണ്ടറിഞ്ഞ് വരുന്നവരാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ നോക്കൂ, കാശ്മീരിൽ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. കേരളത്തിന് സംസാരിക്കുന്നുണ്ട്, CPM അടക്കം സംസാരിക്കുന്നുണ്ട്.
എങ്ങനെയാണ് ഇങ്ങനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തികൾക്ക് വേണ്ടി ഇങ്ങനെ ഇന്ത്യ മുന്നണി നേതാക്കൾക്കൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്? സംശയം ചോദിക്കട്ടെ, തമിഴ്നാട്ടിലെ AIDMK ആരുടെ മുന്നണിയിലാണ്? AIDMK BJPയുടെ മുന്നണിയിലാണ്. നിങ്ങളുമായി ഭരണ നീക്കുപോക്ക് ഉണ്ടാക്കിയവരാണ്. അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം നിങ്ങളുടെ കൂടെയാണ്. ആ AIDMKയുടെ മുന്നണിയിലാണ് തമിഴ്നാട്ടിൽ SDPI മത്സരിക്കുന്നത്. അതായത് തത്വത്തിൽ പറഞ്ഞാൽ BJPയുടെ മുന്നണിയിലാണ് SDPI തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും പക്ഷം ചേരാൻ താല്പര്യമില്ല. അത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദുവും നമ്മുടെ മ്യാൻമറിലെ ന്യൂനപക്ഷവും ഒക്കെ ഒരേ രീതിയിൽ പീഡനം അനുഭവിക്കുന്നവരാണ് എന്ന് കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇന്ന് ഡോക്ടർ ശശി തരൂർ, അതിനു മുമ്പ് ജയറാം രമേശ് അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങ് പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പ്രതികരണം വൈകിപ്പോയെന്നും. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് ഹിന്ദുസ്, അവർ നേരിടുന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും ബംഗ്ലാദേശിലെ താൽക്കാലിക ഗവൺമെന്റുമായി ഡിപ്ലോമാറ്റിക് ചർച്ചകൾ ആരംഭിക്കണമെന്നും അവിടെ നിന്ന് വരുന്ന അഭയാർത്ഥികൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഭീഷണി നേരിട്ട് വരുന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കാനായ നയം സ്വീകരിക്കണമെന്നും ഈ രാജ്യത്ത് ഏറ്റവും ആദ്യം പ്രമേയം പാസാക്കിയത് വെളിയിൽ പറഞ്ഞ പാർട്ടിയുടെ പേര് അതുകൊണ്ടാണ് CAA നിങ്ങൾ എതിർക്കുന്നത്, കോൺഗ്രസ് എന്നാണ്. പൗരത്വ ഭേദഗതിയൊക്കെ എതിർക്കുന്നത് അതുകൊണ്ടാണോ? ഇത് രണ്ട് ഇരട്ടത്താപ്പല്ലേ അഡ്വക്കേറ്റ് വസന്ത് സിരേക്ക്? അവിടെ പീഡനം അനുഭവിച്ചു വരുന്ന ആളുകളെ ഒരു വശത്ത് നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കണമെന്ന് പറയുന്നു, ഒപ്പം CAA എതിർക്കുന്ന ഒരു സമീപനം. ഇതൊരു തരം ഇരട്ടത്താപ്പല്ലേ? ഞാൻ ചോദിക്കട്ടെ, CAA-യുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ബംഗ്ലാദേശ് വിഷയത്തെ നമുക്ക് കൂട്ടിക്കെട്ടാൻ സാധിക്കാം? അത് ശുദ്ധ മണ്ടത്തരമായിരിക്കും എന്നേ ഞാൻ പറയൂ. ഡോക്ടർ മോഹൻ വർഗീസ് സാർ ഇതിലുണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. ബംഗ്ലാദേശിലെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ബംഗ്ലാദേശിലെ വിഷയത്തെ ഒരു തരത്തിൽ നമുക്ക് ഗാസയിലെ വിഷയമായി പോലും നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. ഗാസയിൽ നടക്കുന്ന മറ്റൊരു രാജ്യത്തിന്റെ അധിനിവേശമാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന എന്താണ്? ബംഗ്ലാദേശിൽ നടക്കുന്ന ആ രാജ്യത്ത് തന്നെ അതിന്റെ ഉള്ളിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഭീഷണിയാണ്. ഏത് തരത്തിലുള്ള കലാപമായാലും ഇരയാക്കപ്പെടുന്നവരുടെ വിഷയമല്ലേ പ്രധാനം? നിങ്ങൾ ഗാസയിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടെ ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഇല്ലെന്നേ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് നീലിമ ഇടപെട്ടത്. ഈ രാജ്യത്ത് ആദ്യമായി അവിടെ ഭീഷണി നേരിടുന്ന, അവിടെ കൊല ചെയ്യപ്പെടുന്ന, അവിടെ മാനഭംഗത്തിന് ഇരയാക്കപ്പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി പരിഗണിക്കണമെന്നും അവർക്ക് ആവശ്യമായ ഡിപ്ലോമാറ്റിക് അലയൻസ്, അവർക്ക് ആവശ്യമായ ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് കൊടുക്കണമെന്നും ഈ രാജ്യത്ത് ആദ്യമായി ആവശ്യപ്പെട്ടത് BJP അല്ല, കോൺഗ്രസ് ആണ്. ജയറാം രമേശിന്റെ സ്റ്റേറ്റ്മെന്റ്, അന്നത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് ഞാൻ വാട്സപ്പിൽ അയച്ച് നൽകാം ഈ ചർച്ചയ്ക്ക് ശേഷം. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയും ഈ ശ്രീ മുഹമ്മദ് യൂനുസും തമ്മിൽ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അങ്ങേയറ്റ സൗഹൃദം മുഹമ്മദ് യൂനുസും ഈ രാഹുൽ ഗാന്ധിയുമായിട്ട് ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ. എന്ത് ബാലിശമാണ്! എന്ത് ബാലിശം! അത്ര തരത്തിൽ ഒരു സൗഹൃദം നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടെങ്കിൽ യൂനുസിനെ വിളിച്ചൊന്ന് അന്വേഷിച്ചുകൂടെ? ഇങ്ങനെ ഈ ഹൈന്ദവ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ ഒരു ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചുകൂടെ ഒരു കാര്യം പറയട്ടെ പ്രതിപക്ഷ നേതാവിന്? അങ്ങ് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചിത്രങ്ങളെല്ലാം ശരിയാണെങ്കിൽ, ഇന്നലെ പോയ നയതന്ത്ര പ്രതിനിധി പോയി അവിടെ നിന്ന് മടങ്ങി തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയോട് ഞങ്ങളുടെ കാര്യത്തിൽ അധികം ഇടപെടണ്ട, കൽക്കത്ത കത്തിക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി എന്ന് ബംഗ്ലാദേശ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അത് സത്യമാണോ? അത് സത്യമാണോ നമ്മൾ അംഗീകരിക്കും? ഇന്ന് ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അംഗീകരിച്ചാൽ ഭാരതം പോലൊരു സുശക്തമായ രാജ്യത്തിന് നേരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ അവർക്ക് സാധിച്ചെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം അമ്പേ പരാജയമാണ്. അല്ല, സ്റ്റേറ്റ്മെന്റ് അല്ല, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ വളരെ കൃത്യമായ മറുപടി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകും. ഇത് ഔദ്യോഗികമായി വന്ന ഒരു വാർത്തയല്ല. ഇങ്ങനെയൊക്കെയാണ് ബംഗ്ലാദേശിന്റെ പ്രതികരണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അതായത് ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ബംഗ്ലാദേശ് ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന സാഹചര്യമുള്ളത്. വസന്ത് സിരി, നീലിമ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കൻ കപ്പൽപ്പടയോട് മടങ്ങിപ്പോകാൻ പറഞ്ഞ് ആ വന്ന വഴി തിരിച്ചുവിടാൻ കഴിവുണ്ടായിരുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു രാജ്യത്ത്, ഇല്ലായിരുന്നോ? നമ്മുടെ ചരിത്രം അത് രേഖപ്പെടുത്തുന്നില്ലേ? ഈ എന്തിനേറെ അമേരിക്കൻ ഹിസ്റ്റോറിയൻസ് അത് രേഖപ്പെടുത്തുന്നില്ലേ? ആ ഒരു കാലത്ത്
ഏകശക്തിയായി നിന്നിരുന്ന അമേരിക്കയുടെ കപ്പൽപ്പടയോട് മടങ്ങിപ്പോകാൻ പറഞ്ഞാൽ മടക്കിവിടാൻ അറിയാവുന്നവർ ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഇന്ന് ബംഗ്ലാദേശ് പോലൊരു രാജ്യം, അതിന് ഏത് സ്റ്റേറ്റ്മെന്റിലാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏത് ട്വിറ്ററിലാണെങ്കിലും ഇതാ കൽക്കത്ത കത്തിക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു നാക്കും നനങ്ങാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങളാണ് പരാജയം എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ അധികാരത്തിലില്ലാത്തവരാണ്. ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് സർക്കാരിനോടാണ്. കൃത്യമായി ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞല്ലോ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തിൽ ഇടപെടണം. ഇടപെട്ടാൽ മാത്രം പോരാ, അവരെ സംരക്ഷിക്കണം. അവരുടെ പലായനവുമായി ബന്ധപ്പെട്ട് നയം രൂപീകരിക്കണം. അതിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വിളിക്കണം. അതിൽ കോൺഗ്രസിനെ കൂടി പങ്കാളികളാക്കണം എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലേ? അത് BJP പറഞ്ഞോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് കേരളത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കേരളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോ? ഇനി നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് JP നഡ്ഡ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങളുടെ സർക്കാരിന് അവിടെ ഇടപെടാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമാറ്റിക്കലി പരാജയമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ കൺവെട്ടത്ത് കടന്ന് ഒരു രാജ്യം, ഒരു ചെറു രാജ്യം നമ്മളെ കൂടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ കൂടി അതിർത്തികൾക്ക് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ട് അവർ സ്വൈര്യവികാരം നടത്തുന്നെങ്കിൽ നമ്മൾ ഇതാ ഒന്നാം ശക്തിയായി ആകാൻ പോകുന്നു രാജ്യത്ത്, ലോകത്ത് നമ്മൾ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകാൻ പോകുന്നു എന്ന് വീമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സ്വയം വിമർശനമാണ് നടത്തേണ്ടത്. അത് നടത്തി സർക്കാർ കൃത്യമായി അവിടെ ഇടപെടുകയാണ് വേണ്ടത്. അവിടെ ഇടപെടുന്ന സർക്കാരിന്റെ ഏത് ഇടപെടലുകൾക്കും പൂർണ്ണ പിന്തുണയാണ് പ്രതിപക്ഷം നൽകാൻ ആഗ്രഹിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് അപ്പാടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇടപെടാൻ വൈകുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടപെടാൻ വൈകുന്നത്? ആദർശ കുനിയിലം, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ ഇടപെടാൻ വൈകുന്നത് എന്നാണ് വസന്തിന്റെ ചോദ്യം. ആത്മാർത്ഥമായല്ല ബംഗ്ലാദേശ് പ്രശ്നത്തെ കേന്ദ്ര സർക്കാരും BJPയും സമീപിക്കുന്നത് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാനിവിടെ ഇരുന്നിട്ട് പറയുകയാണ് മുഹമ്മദ് യൂനിസ് ഒരു ഘാതകനാണ് എന്ന് കരുതി ധാക്കയിലിരിക്കുന്ന മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ ഉടനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കും. അതാ കേരളത്തിൽ നിന്ന് ആദർശ് കുനിയിലം പറയുന്നു, ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണ്, അത് കട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ നിൽക്കും. അപ്പൊ ബംഗ്ലാദേശിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, അതിനൊക്കെ ഇന്ത്യൻ ഫോറിൻ ഇതാണോ, ഡിപ്പാർട്ട്മെന്റ് ആണോ ഇത് മറുപടി നൽകേണ്ടത്? അല്ലല്ലോ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വസന്ത് അങ്ങനെ പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ അവിടുത്തെ ഔദ്യോഗികപരമായ അവിടുത്തെ രാഷ്ട്രത്തിന്റെ ഒരു പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ അല്ലെങ്കിൽ അതുമായി സർക്കാർ സംവിധാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാം. അല്ലാതെ കേന്ദ്ര സർക്കാർ അത് കാര്യഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ബംഗ്ലാദേശിലെ സാഹചര്യം നമ്മെ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ലീഗൽ എയ്ഡ് പോലും സാധ്യമല്ലാത്തൊരവസ്ഥ. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ മർദ്ദിച്ച് മൃതപ്രായനാക്കി ICUവിൽ പ്രവേശിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് ഈ ഇസ്കോൺ സന്യാസിക്ക് വേണ്ടി ഒരു നിയമപരമായ ഇടപെടലും ഒരു അഭിഭാഷകൻ പോലും വരാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് വേണ്ടി ആരും തന്നെ കോടതിയിൽ ഹാജരാകുന്നില്ല, ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ ഒരു സുരക്ഷ? നമ്മൾ അറിയപ്പെടാത്ത എത്രയോ വാർത്തകൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാകും, ഇതുപോലെ ചിന്മയ കൃഷ്ണ പ്രഭുവിനെ പോലെ. ആ ഒരു കാര്യത്തിലാണ് ഇവിടെ അത് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ ജീവൻ അവിടെ അപകടത്തിലാകുന്നു എന്ന ഒരു പ്രിൻസിപ്പിൾ ഉയർത്തി വെച്ചിട്ട് കൃത്യമായിട്ട് ഇന്ത്യക്ക് ഇടപെടാൻ പറ്റുന്നൊരു സാഹചര്യം ഉള്ളത്. അത് കൃത്യമായിട്ട് ചെയ്യണം തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഹിന്ദു എന്നൊരു ഐഡന്റിറ്റി പറയേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അവിടെ ഈ പ്രശ്നം നേരിടുന്നതിലും അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യം ശിഥിലമാകുന്നതിലൊക്കെ ഇന്ത്യക്ക് വലിയ ഒരു ആകാംക്ഷ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അത് നമ്മളുടെ ഒരു അയൽ രാജ്യമാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു ട്രേഡ് പാർട്ട്ണറോ അങ്ങനെ പല സാമ്പത്തികമായ ഒരുപാട് കാരണങ്ങളുണ്ട്. അതാണ് അതിൽ വരേണ്ടത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ഉടനെ ഒരു യുദ്ധം നടത്തി അവിടെ ബോംബിട്ടുകൊണ്ട് ഇതെല്ലാം അങ്ങ് തീർക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചില ആളുകളൊക്കെ ഇവിടെ അഭിപ്രായം പറയുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ ഇന്ത്യയെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടിടുക എന്നത് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുടെയും ഒരു ലക്ഷ്യം എങ്കിൽ അത് പല കാരണങ്ങളുണ്ട്, നമുക്കറിയാലോ അതെന്തായിരിക്കും അങ്ങനെ വന്നാലുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ശരിവെക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് കൂടുതൽ ദോഷം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട്
ഡിപ്ലോമസിയുടെ പര്യായമായിട്ട് നിലകൊള്ളുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളുടെ ഒരു നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു ഒരു പ്രിൻസിപ്പിൾ ഉയർത്തി വെച്ചുകൊണ്ട് പല വിഷയങ്ങളും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഈ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ പോലും നമ്മളെടുത്ത നിലപാടുകൾ ലോകരാജ്യങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്തപ്പോഴും നമുക്ക് നമ്മളൊരു നിലപാടിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ആ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ പല യൂറോപ്യൻ രാജ്യങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന കള്ളത്തരങ്ങൾ പോലും പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വഴിക്ക് അവിടെ കിടക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തിലും അതുപോലെ ഒരു കൃത്യമായ ഒരു രീതി പുറത്തെടുക്കാൻ കഴിയണം. ഒരു നല്ലൊരു പ്ലാൻ ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇതുവരെ കണ്ടിട്ടില്ല, ഇനിയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ട, ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി സംബന്ധിച്ചിട്ട് ബംഗ്ലാദേശിന് എന്താണ് ഇതിനകത്ത് പങ്ക് എന്നൊരു ചോദ്യം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് 71-ലാണ്. പക്ഷേ ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ വിഷയം ഉണ്ടാകുന്നത് ഇന്ത്യ വിഭജനം നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഈ പാകിസ്ഥാനും ആ പാകിസ്ഥാനും ഒരുമിച്ചൊരു പാകിസ്ഥാനാണ്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊതുധാരണ, ഒരു നെഹ്റു ലിയാഖത്ത് പാക്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചർച്ച വെക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ള രീതിയിൽ ഒരു ഡിസംബർ 31, 2014 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അതുവരെയുള്ള ആളുകൾക്ക് അവരുടെ പൗരത്വം അത് എക്സ്പെഡൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാക്കി അത് കൊണ്ടുവരുമ്പോൾ അത് മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ പേടിപ്പിച്ച് ഭീതി വ്യാപാരം നടത്തിയതും അത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് കൈ കഴുകാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും. പിന്നീട് എന്താ നമ്മൾ കണ്ടത്? ആ നിയമം അവിടെ നടപ്പിലാകുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾക്ക് പൗരത്വം കിട്ടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല, കഴിഞ്ഞു. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇങ്ങനെ ഒരു ഭീതി വ്യാപാരം നടത്തുന്നത് എന്നാണ് നമ്മൾ അന്ന് ചോദിക്കുന്നത്. പക്ഷേ അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഷയം വരുന്നത്, ഈ വിക്ടിംഹുഡ് അവിടെ വളരെ മികച്ച രീതിയിൽ വർക്കൗട്ടാക്കാൻ കഴിഞ്ഞ ഒരു വിഷയമാണ് ഈ പൗരത്വ ഭേദഗതി എന്ന് പറയുന്നത്. അത് ആ ട്രാപ്പിലേക്ക് കോൺഗ്രസ് അന്ന് വീഴാണ് ഉണ്ടായത്. ഇതാണെന്ന് സംഭവിക്കുന്നത്. ഏതായാലും ഇവിടെ ഈ ഹിന്ദു ഒരു വിക്ടിംഹുഡ് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കാൻ ആളില്ല. ഉണ്ടാക്കിയാൽ തന്നെ അത് വിജയിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രാപ്പ് ഇല്ലാത്തതുകൊണ്ട് ആരും വീഴുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അപ്പോഴും ഇവിടെ ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളിടത്താണ് എൻ്റെ പരാതി അവിടെ ബാക്കിയാകുന്നത്. അത് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. അവിടെ പഴി ചാരിക്കൊണ്ട് ഇതിനകത്ത് നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല. അതിപ്പോൾ ഭരിക്കുന്ന BJP ആണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അതിനകത്ത് ഒരു ഇടപെടൽ നടത്തേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരീക്ഷണം എന്നോണാണോ അറിയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരാൾ പോയി വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും തീരരുത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയണം. അവിടെ വന്ന കപ്പലൊക്കെ തിരിച്ചു വിട്ടോ എന്ന് പറയാൻ ഇവിടെ ഒരിക്കൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയും സാധിക്കണം. അത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPക്കും സാധിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ഓരോ ഭാരതീയനുണ്ട്. ഇന്ത്യ എപ്പോഴും ആ വിഷയങ്ങളിലൊക്കെ ഉയർന്നു തന്നെ നിൽക്കണം. നമ്മളുടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ യുദ്ധങ്ങൾക്കപ്പുറത്തേക്ക് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കാലങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ മാതൃകകൾ, നോൺ വയലൻസിന്റെ മാതൃകകൾ, അത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതാണ് വേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങ് പറഞ്ഞു വന്ന ഒരു പോയിന്റിലേക്ക് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. അതായത് കോൺഗ്രസ് ചില ട്രാപ്പുകളിൽ വീഴുന്ന കാര്യം അങ്ങ് സൂചിപ്പിച്ചു. അതിൽ ഒരു ട്രാപ്പാണ് സോറോസ്. സോണിയാഗാന്ധിയും സോറോസും തമ്മിലുള്ള ബന്ധമൊക്കെ എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ്. അത്തരത്തിൽ പാർലമെന്റിലടക്കം അത് ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മുഹമ്മദ് യൂനിസും ഈ സോറോസിൻ്റെ അടുത്ത അനുയായിയുമായി കൂടിക്കാഴ്ച നടത്തി വലിയൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ സംശയിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്ന ഒരു കാര്യം. മാത്രവുമല്ല, ഈ ബംഗ്ലാദേശിലെ ഈ കലാപത്തിന് സോറോസ് ഫണ്ട് നൽകുന്നതായും ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിലവിലെ ചില സാഹചര്യങ്ങളിൽ സോറോസിൻ്റെ ചില സാന്നിധ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടെയും ഈ സോറോസിൻ്റെ ഒരു നിഴൽ നമുക്ക് ബംഗ്ലാദേശ് കലാപത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ? സോറോസിന്റെ മൂത്താപ്പ വന്നാലും ഇടപെടാനുള്ള വിഷയം ഇവിടെ ഉണ്ട്. അതിൽ അത്ഭുതമില്ല എന്നാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള സംഗതികൾ അത് ഗൂഢാലോചന സിദ്ധാന്തമാണോ അല്ലയോ എന്നുള്ളത് അത് വേറെ വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും പോകാറില്ല. ഇപ്പൊ സാധാരണ ഇപ്പൊ താലിബാനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ വരും അത് റഷ്യക്കെതിരെ അമേരിക്ക ഉണ്ടാക്കി, ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ പറയും അത് അമേരിക്ക ഉണ്ടാക്കി. അപ്പൊ ഏത് ഇസ്ലാമിക തീവ്രവാദ സംഘടന എടുത്ത് പറഞ്ഞാലും ഉടനെ പറയും അത് അമേരിക്കൻ സൃഷ്ടിയാണ്, ജൂത സൃഷ്ടിയാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഇന്ത്യയിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ സോറോസിന്റെ കാര്യം. ശരിയോ തെറ്റോ ആയിക്കോട്ടെ,
ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വിഷയം പറയാൻ ഒരു കാരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാപ്തമാകുന്ന രീതിയിൽ, അതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അത് വരുന്നത്. ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ, ഇസ്ലാമിക ഭരണം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളപ്പോൾ അവർക്ക് സോറോസ് കിട്ടിയാൽ കിട്ടിയത് നല്ലത്, അത്രയേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം. ഇനി അമേരിക്കയാണോ, അമേരിക്കയെ അവർ സ്വീകരിക്കും. താലിബാൻ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം സ്വീകരിച്ചത്? ഹമാസ് എന്തിനാണ് ഇസ്രായേലിന്റെ അടക്കം സഹായം ഒരു ഘട്ടത്തിൽ സ്വീകരിച്ച ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് അങ്ങനെ ഒരു സഹായം സ്വീകരിക്കാൻ കഴിയുന്ന എന്താണ്? അവർക്കൊരു ഗൂഢലക്ഷ്യമുണ്ട്. അപ്പൊ അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിൽ അവരത് ചെയ്യും. അത് ഇവിടെ നമ്മൾ സൊറോസിനെ കുറിച്ച് പറയുന്നു, മറ്റു ചില സ്ഥലത്ത് പറയുമ്പോൾ അത് വേറെ കുറെ കാര്യങ്ങളായിട്ട് പറയും. അത് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഫണ്ടിങ് ഏജൻസി അല്ലെങ്കിൽ ഫണ്ടിങ് സോഴ്സസ് അത് എപ്പോഴും പ്രശ്നം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനെ മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. അവിടെ ആ ഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ റിസീവ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ട്. ആ റിസീവ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് അതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവര് എവിടുന്നെല്ലാം ഫണ്ട് കണ്ടെത്തുന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ BJPക്ക് സാധിക്കുന്നുണ്ട്. സോറോസ് ആണെങ്കിൽ സോറോസിന്റെ എല്ലാം അടക്കം എന്തു തന്നെയാണെങ്കിലും അതിലേക്ക് കൊണ്ടുവരാനോ പിടിച്ചു കെട്ടാനോ ഒക്കെ സാധിക്കുന്നു. ഈവൻ ചിട്ടിപ്പണമല്ലേ, അതല്ലെങ്കിൽ ഹവാല ഇടപാടാണെങ്കിൽ പോലും അതിനകത്ത് കൊണ്ടുവരുന്നു. ആളുകൾ പോക്കറ്റിലിട്ട് കൊണ്ടുവരുന്ന നോട്ട് കെട്ട് പോലും പിടിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നു. ചെറുതോ വലുതും ആയാൽ പോലും സാധിക്കുന്ന ഘട്ടത്തിൽ അത് എന്തുകൊണ്ട് അങ്ങനെയെന്നുള്ളതും കൂടിയാണ് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ. അതാണ് ഇതിൽ പ്രധാനം എന്നാണ് ഞാൻ പറയാം. ശ്രീ മോഹൻ വർഗീസ്, ഈ സോറോസിന്റെ സാന്നിധ്യമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ പൊളിറ്റിക്സിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോറോസിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകളൊക്കെ പുറത്തു വന്ന് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോണിയാഗാന്ധിയും സോറോസും തമ്മിൽ അടുത്ത ബന്ധം, സോറോസിന്റെ ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി എങ്ങനെ സോണിയാഗാന്ധിക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നതുള്ള കാര്യങ്ങളിലടക്കം അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ബംഗ്ലാദേശിലും സോറോസിന്റെ ഒരു സാന്നിധ്യം സംശയിക്കപ്പെടുന്നത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട വിഷയം. ഇവിടെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ജോർജ് സോറോസിൻ്റെ താല്പര്യങ്ങളും ബംഗ്ലാദേശിലെ സോറോസിൻ്റെ താല്പര്യങ്ങളുടെ കൺവേർജൻസും മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കൻ പോളിറ്റിക്സ് കുറച്ച് മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ. നോക്കൂ, ട്രംപും ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡനും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് ഇക്കാര്യത്തിൽ. ജോർജ് സോറോസ് ഒരു അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ് ആക്ടേഴ്സിലൂടെ ഒരാൾ തന്നെയാണ്. ആ ഡീപ്പ് സ്റ്റേറ്റ് എലമെൻറ്റിൻ്റെ ഭാഗമല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് ഓർക്കണം. ട്രംപ് ഈ സംവിധാനത്തിൻ്റെ പുറത്തുനിന്ന് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് വെട്ടിക്കയറി വന്നതാണ്. ആ ട്രംപിനെ അവിടെ ഇരുത്തിയതിന് പിന്നിൽ ജോർജ് സോറോസിൻ്റെ കരങ്ങളല്ല, മറിച്ച് ഇലോൺ മസ്കിൻ്റെ സ്ട്രാറ്റജിക് ഡീലിംഗ് ആണ്. അപ്പം ഇവിടെ ജോർജ് സോറോസും ഇലോൺ മസ്കും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ആഗോള ക്യാപിറ്റലിന് അങ്ങനെ ധ്രുവങ്ങളൊന്നുമില്ല. മസ്ക് ആകട്ടെ സോറോസ് ആകട്ടെ, എവിടെയാണോ ലാഭക്ഷമത, ക്യാപിറ്റൽ എവിടെയാണോ ലാഭക്ഷമത, അവിടേക്ക് നിക്ഷേപങ്ങൾ ഒഴുകിയെത്തും. ഇവിടെ വിഷയം, ജോർജ് സോറോസ് ഈസ് എൻ അൾട്ടിമേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു. അവിടെ ബംഗ്ലാദേശിൽ ഒരു ആഗ്രഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയോട് ഒരു ആഗ്രഹം പറഞ്ഞു. അമേരിക്കയുടെ ഒരു ബേസ് ഉണ്ടാക്കണം, അമേരിക്കയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീന മുഖം തിരിച്ചു നിന്നു. അതിനുശേഷം അധികകാലം ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ ഭരണത്തിൽ തുടരാനായില്ല എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അമേരിക്കയുടെ കരങ്ങൾ അവിടെ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിൻ്റെ പിന്നിൽ അമേരിക്കയുടെ കരങ്ങൾ വരുന്നത്. അവിടെ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു അരാജക അവസ്ഥ, അവിടെ ഒരു പാവ സർക്കാർ ഇരിക്കുകയാണ്. അത് ഒരുപക്ഷെ ദീർഘകാലം ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്ന് അധികാര കൈമാറ്റം സുഗമമായി നടക്കുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. അതുകൊണ്ട് നൊബേൽ ലോറിയറ്റായ മുഹമ്മദ് യൂനസ് കുറച്ചേറെക്കാലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം തുടരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ബംഗ്ലാദേശിൻ്റെ പോളിസികളെ തങ്ങൾക്ക് അനുകൂലമായി, പ്രത്യേകിച്ച് ഫോറിൻ ക്യാപിറ്റൽ, ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ വരവ്, അമേരിക്കയിൽ നിന്ന് വരുന്ന സോറോസിൻ്റെ ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലേക്കുള്ള വരവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ, പ്രസിഡന്റ് പദത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞു, ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഞാനായിരുന്നു പ്രസിഡന്റെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അതിന് പച്ചക്കൊടി കാട്ടില്ലായിരുന്നു, നടക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ട്രംപ് ഉന്നം വയ്ക്കുന്നത് ഒരുപക്ഷെ സോറോസിനെ ഉൾപ്പെടെയാണ് ട്രംപ് ഉന്നം വയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു രജതരേഖ എന്ന് പറയുന്നത്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ജനുവരി 20, 2025 ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുമ്പോൾ ഇതേ നയങ്ങൾ, ജോർജ് സോറോസിൻ്റെ നയങ്ങൾ തന്നെയാണോ ബംഗ്ലാദേശിനെ സ്വാധീനിക്കാൻ പോകുന്നത്? അതോ കുറച്ചുകൂടി ഒരു സംയമനം അക്കാര്യത്തിൽ വരുമോ? അവിടെയാണ് ഒരുപക്ഷെ ഇന്ത്യ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം. അതുകൊണ്ടാണ് ഇന്ത്യ ചാടിക്കയറി എന്തുകൊണ്ട് ഇടപെടുന്നില്ല. ഞാനത് മുൻപ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നയതന്ത്രത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക് പലപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനൊക്കുന്ന ഒരു നിലയിലല്ല. അതുകൊണ്ടാണ് ശക്തമായ സമ്മർദ്ദം നമ്മൾ ചെലുത്തുന്നു എന്ന് പറയുമ്പോഴും അത് വളരെ രഹസ്യ സ്വഭാവമുള്ളൊരു സമ്മർദ്ദം തന്നെയാണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ തൊട്ട് മുമ്പ് വന്ന ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇന്ത്യക്കുള്ളിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെ ഡൈവേർജൻറ്റ് ട്രെൻഡാണ്. ഈ ഒരേ വിഷയത്തോട് തന്നെ ഡൈവേർജൻറ്റ് ട്രെൻഡാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, BJP. എനിക്ക് പറയാനുള്ളത്, ഞാൻ രണ്ട് പക്ഷത്തും അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഹൈലി അൺഫോർച്ചുനേറ്റ് ദേശീയ സുരക്ഷയുമായും വിദേശ നയവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒറ്റ പോളിസിയേ ഉള്ളൂ. വി ഹാവ് എ സിംഗിൾ ഫോറിൻ പോളിസി. അല്ലാതെ ഭരണപക്ഷത്തിൻ്റെ വിദേശ നയമെന്നും പ്രതിപക്ഷത്തിൻ്റെ വിദേശ നയം എന്നും ഒന്നില്ല. ഇന്ത്യയുടെ താല്പര്യം ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും താല്പര്യമാണ്. നമ്മുടെ യുണൈറ്റഡ് ദേശീയ താല്പര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഫോറിൻ പോളിസി. ആ വിദേശ നയം ഇന്ന് കുറച്ചുകൂടെ സ്ട്രക്ചേർഡാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയും. സൗകര്യത്തിന് നമ്മൾ പറയും ചേരിചേരാ നയം എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. വേണ്ടി വന്നാൽ റഷ്യയുമായി നമ്മൾ കച്ചവടം നടത്തും. അമേരിക്കയുടെ ഉപരോധം അത് ഞങ്ങളെ ബാധിക്കില്ല. അമേരിക്ക വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ റഷ്യൻ ഉപരോധത്തെ മറികടന്നുകൊണ്ട്, അമേരിക്കൻ ഉപരോധം റഷ്യക്കെതിരെ ഉള്ളതിനെ മറികടന്നുകൊണ്ട് ലാഭകരമായി എണ്ണ ഇറക്കുമതി ചെയ്യും. അത് ആവശ്യത്തിൽ മറ്റൊരു വിഷയത്തെ അമേരിക്ക ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിൽക്കും. അത് അമേരിക്കയുടെ വിധേയത്വമുള്ളതുകൊണ്ടല്ല, റഷ്യയുടെ വിധേയത്വമുള്ളതുകൊണ്ടല്ല, നമ്മുടെ ദേശീയ താല്പര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ, അവിടുത്തെ മനുഷ്യാവകാശ വിഷയങ്ങളുടെ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും കോൺഗ്രസിനും രണ്ട് നയങ്ങളല്ല ഉണ്ടാകേണ്ടത്, ഒരൊറ്റ നയമാണ് ഉണ്ടാകേണ്ടത്. ഇനി ഇതിൻ്റെ രാഷ്ട്രീയ ലാഭങ്ങൾ കൂടെ നോക്കാം. CAA കുറിച്ച് പറഞ്ഞു, അപ്പോൾ അതേക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് അവസരം ആ സമയത്ത് കിട്ടാത്തത് കൊണ്ട് ഞാനത് പറയുകയാണ്. ഇവിടെ എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതുപോലെ തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ, ഇതെല്ലാം യഥാർത്ഥത്തിൽ രണ്ട് തലയുള്ള വാളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പുറമേ കാട്ടുന്നത് എന്താണ്? ദേശീയ പൗരത്വ രജിസ്റ്ററും ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമവും മൂലം പുറത്തുനിന്ന് വരുന്ന ഹൈന്ദവർക്ക്, അതായത് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഹൈന്ദവർക്ക് ഇവിടേക്ക് സ്വാഗതം. പക്ഷേ ബംഗ്ലാദേശ് കലാപകലുഷിതമാവുകയാണെങ്കിൽ അതല്ല സംഭവിക്കാൻ പോകുന്നത്. അവിടുന്ന് ഹൈന്ദവർ മാത്രമല്ല വരാൻ പോകുന്നത്. ചരിത്രപരമായി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു. ഇവിടെ പണി ചെയ്യുന്ന കേരളത്തിൽ ബംഗാളികളെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പലരും യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്കും അവിടെ നിന്ന് കേരളത്തിലേക്കും കടന്നു വന്ന വർക്ക് ഫോഴ്സ് ആണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ബാലൻസ് തന്നെ മാറും. അത് ഫോർമൽ റൂട്ടിലല്ല വരുന്നത്. ഒരു പരിധിയിലധികം ബംഗ്ലാദേശിൽ കലാപസാധ്യത, മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രമല്ല, അവിടെ സമ്മർദ്ദം ഉണ്ടായാൽ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഉണ്ടാകും. സാമ്പത്തിക ഉപരോധം കാരണം വളരെ വലിയ ബുദ്ധിമുട്ട് ബംഗ്ലാദേശിൽ ഉണ്ടായാൽ അവിടുത്തെ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പലായനം തുടങ്ങിയിട്ടുണ്ട്. ബോർഡ് നമ്മുടെ അതിർത്തിയിൽ നിന്നും അതായത് സർക്കാരുകൾ ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്റലിജൻസ് ഏജൻസികളൊക്കെ വളരെ ജാഗ്രതയാണ് പാലിക്കുന്നത്. ഞാൻ വസന്ത് സിറേക്കിലേക്ക് തിരികെ എത്തേണ്ടതുണ്ട്. ജന ഡിബേറ്റ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി വസന്ത് സിറേക്കിലേക്കാണ്. വസന്ത്, ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യയുടെ വിദേശ നയം എന്നുള്ളത് വിദേശ താല്പര്യം, നമ്മുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെയാണ്. അതിലൊരു വ്യത്യസ്ത നിലപാട് ഇതുവരെ നമ്മൾ കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല ഇപ്പോഴുള്ള പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, ഈ ധാക്കയിലൊക്കെ ഈ വിദ്യാർത്ഥികളുടെ ഒരു സംഘർഷത്തെ തുടർന്നാണ് അവിടെ വലിയ കലാപത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ധാക്ക സർവകലാശാലയിലും കോളേജുകളിലുമൊക്കെ ഇന്ത്യൻ പതാക വിരിച്ചിട്ട് ആ ഇന്ത്യൻ പതാകയുടെ പുറത്തുകൂടി ചവിട്ടി വേണം കലാലയങ്ങളിലേക്ക്, കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾ കയറാൻ എന്നുള്ള
ഒരു നിലപാട് അവിടുത്തെ ചില വിദ്യാർത്ഥി സംഘടനകൾ എടുക്കുകയാണ്. അവിടുത്തെ ന്യൂനപക്ഷം അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അതനുസരിക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം, ഭാരതം അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ വളരെ കൃത്യമായി ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷവും നിലകൊള്ളേണ്ട ഒരു സാഹചര്യമില്ലേ? വളരെ ചുരുക്കി ഞങ്ങൾ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ആരാണെങ്കിലും ഇന്ത്യയുടെ ഗവൺമെന്റ്, ഭാരതത്തിന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ആണ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തല്ലോ. ഇത്രയും കലാപകലുഷിതമായ ഒരു രാജ്യത്തേക്ക് വിദേശ സെക്രട്ടറി അടക്കം അവിടെ കൊണ്ടുവന്ന് അവിടെ ചർച്ച നടത്തുന്നു. അത് ഇന്ത്യയുടെ താല്പര്യമില്ലായ്മയാണോ അതിലൂടെ കാണേണ്ടത്? തങ്ങൾ അത് പോരാ. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഡോക്ടർ ഹുസൈൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. ഇതിനെ നമ്മൾ കേവലം ഒരു ഹിന്ദു അറ്റാക്ക്, ഹിന്ദു എന്താ പറയുന്നതിൽ മോബ് ലിഞ്ചിങ് മാത്രമായിട്ട് അവതരിപ്പിച്ചാൽ അതിന് യാതൊരുവിധ പ്രയോജനവും അവിടെയുള്ള ജനതയ്ക്ക് പോലും ഉണ്ടാവില്ല. ഇതിനെ നമ്മൾ മനുഷ്യാവകാശ ലംഘനമായി കാണണം. അത് കണ്ടുകൊണ്ട് അന്താരാഷ്ട്ര കോടതിയിലേക്കും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിനു വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പല കോണുകളിൽ നിന്നും കോൺഗ്രസിനെതിരെ അത്തരത്തിലൊരു വിമർശനം ഉയരുന്നുണ്ട്. ഇന്ത്യ സഖ്യ കക്ഷികൾക്കെതിരെ അത്തരത്തിലൊരു വിമർശനം ഉയരുന്നുണ്ട്. മുസ്ലിം വോട്ടിന് വേണ്ടിയാണ്, മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയാണ് അവിടുത്തെ ഹൈന്ദവ കൂട്ടക്കൊലയെ നിങ്ങൾ നിരാകരിക്കുന്നത്, കണ്ടില്ലെന്ന് നടിക്കുന്നത്. ഇപ്പോഴും വസന്ത് അക്കാര്യം പറയുന്നില്ല, അത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇല്ല, ഒരിക്കലുമില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് ആദ്യമായി ആ വിഷയത്തിൽ പ്രതികരിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. അത് ജനം കാണാത്തത് എന്റെ പ്രശ്നമല്ല, നീലിമയുടെ പ്രശ്നമല്ല. അത് ജനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് അവിടെ കട്ട് ചെയ്യും. കുഴപ്പമില്ല, അത് നിങ്ങളുടെ അതിൽ എത്ര കണ്ട ആത്മാർത്ഥതയുണ്ട് വസന്ത്. ഗാസയ്ക്ക് വേണ്ടി മെഴുകുതിരി പ്രകടനം നടത്തിയവർ, വലിയ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തവർ, കോഴിക്കോടൊക്കെ നമ്മൾ കണ്ടതല്ലേ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ വൻ ജനസഞ്ചയത്തെ വിളിച്ചുകൂട്ടി അത്തരത്തിൽ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ. എത്ര മനുഷ്യാവകാശ പ്രവർത്തകരാണ് നിങ്ങൾക്ക് ചുറ്റും അണിനിരുന്നത്. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രസ്താവനയുണ്ടെങ്കിൽ പ്രസ്താവന എന്ന് മാത്രം പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്കുള്ള ആത്മാർത്ഥത പോലും ഇന്ത്യൻ ഗവൺമെന്റിന് ഇല്ല എന്ന് വേണം കാണാൻ. കാര്യം അന്താരാഷ്ട്ര കോടതിയിൽ, അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരാൻ ഇതുവരെ നിങ്ങളുടെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. വളരെ കൃത്യമായി അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയിൽ, വംശഹത്യയിൽ വളരെ കൃത്യമായ കൺസേൺ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ അത് കാണാതെ പോകുന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല. എവിടെ രേഖപ്പെടുത്തിയെന്നാണ് അങ്ങ് പറയുന്നത്? UN-ൽ. ഇടപെടൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വസന്ത്. അല്ല, എനിക്ക് കുഴപ്പമില്ലെന്നേ. കാര്യം നിങ്ങൾ രാഹുൽ ഗാന്ധി, ശരി, താങ്കൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു നിലപാടും എടുക്കുന്നില്ല എന്ന്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികളെ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ ഭാരതം ഇക്കാര്യത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഭാരതം വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് അതിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നത്. ഈ വിഷയം യഥാർത്ഥത്തിൽ കൈവിട്ട് പോകാതിരിക്കേണ്ടത് ബംഗ്ലാദേശിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രിക്റ്റായ നയതന്ത്ര നീക്കങ്ങളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിക്രം മിസ്ത്രിയെ അങ്ങോട്ട് വിട്ടത് വ്യക്തമായ ഒരു ബ്ലൂ പ്രിൻറ്റുമായിട്ടാണ്. അത് പുറമേ ചർച്ച ചെയ്യാനാവാത്തൊരു നിലയിലാണിപ്പോൾ. കാരണം അതൊരു നയതന്ത്ര തലത്തിൽ വന്ന രഹസ്യമായി നടക്കുന്ന നീക്കങ്ങളാണ്. പക്ഷേ ഇവിടെ ആകെ ഉണ്ടായ ഒരു പോരായ്മയായി ഞാൻ കാണുന്നത് ഇപ്പോഴത്തെ നയതന്ത്രത്തിൻ്റെ വീഴ്ചയല്ല, മറിച്ച് കഴിഞ്ഞ ഒരു ഏതാനും പതിറ്റാണ്ടുകളായി, അത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കാൻ തുടങ്ങിയ മോദി കാലഘട്ടത്തിന് മുൻപ് തന്നെ, അത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായ ഒരു വീഴ്ചയാണ്. ആ വീഴ്ച എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ രണ്ട് കക്ഷികളുണ്ട്. ഒന്ന് ബീഗം ഖാലിദ സിയ, അതായത് സിയാഉർ റഹ്മാന്റെ ഭാര്യ. നമുക്ക് സമയം അതിക്രമിക്കുകയാണ്, വളരെ ചുരുക്കി ഒന്ന്. ഈ രണ്ട് കക്ഷികളെയും ഒരേപോലെ കാണാൻ കഴിഞ്ഞില്ല. ഒരു കക്ഷിയെ നമ്മൾ ബീഗം ഖാലിദ സിയയുടെ കക്ഷിയെ എപ്പോഴും മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീന കക്ഷിയുമായി മാത്രം നമ്മൾ ഇടപെട്ടു. ഇവിടെ മാറി മാറി വരുന്ന ഭരണത്തിൽ ഒരു പിടി ഉണ്ടാകേണ്ടതാണ് ഇന്ത്യക്ക്. അത് നടന്നില്ല എന്നത് മാത്രമാണ് പരിഭവം. അല്ലാതെ അന്താരാഷ്ട്ര വേദികൾ ഉന്നയിച്ച് ഇത് ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു ലെവലാണ് എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഒരു വെയിറ്റിംഗ് ഗെയിമിൻ്റെ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് കൈവിട്ടു പോകാതെ ഹാർഷായ ഒരു നിലപാടെടുത്താൽ യഥാർത്ഥത്തിൽ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ വല്ലാതെ
പീഡിപ്പിക്കപ്പെടും. അത് ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതിർത്തി കടന്ന് 4000 കിലോമീറ്ററുള്ള അതിർത്തി കടന്ന് ജനവിഭാഗങ്ങൾ ഭാരതത്തിൻ്റെ വെസ്റ്റ് ബംഗാളിലേക്കും ത്രിപുരയിലേക്കും ആസാമിലേക്കും പ്രവഹിക്കുന്ന ഒരു അന്തരീക്ഷം ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ അതാണ് ഇന്ത്യയുടെ പൊസിഷൻ. വളരെ ശ്രദ്ധിച്ച് കൃത്യമായി അത്തരത്തിലൊരു നിലപാടെടുക്കുന്നു. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അവസാനമായി അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നതിൽ നിന്ന് മാറി ഒരു ഭീകര രാഷ്ട്രത്തിൻ്റെ പദവിയിലേക്ക് ബംഗ്ലാദേശ് എടുത്തെറിയപ്പെടുകയാണ്. 178 ഭീകരരെയാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് മോചിപ്പിച്ചത്. നമ്മൾ ആശങ്കപ്പെടേണ്ടതല്ലേ? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും ആശങ്കപ്പെടണം. എനിക്ക് അവസാനമായിട്ട് ഇതിനകത്ത് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ന്യൂനപക്ഷ വിക്ടിം കാർഡ് കളി, അത് കളിക്കുന്നവരും കളിപ്പിക്കുന്നവരും ആ ട്രാപ്പിൽ പെടുന്ന പോലെ ഒരു ഭൂരിപക്ഷ ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ആ ട്രാപ്പ് ഒരുക്കുന്നതിലേക്കും ആ സംഗതി വെച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷ തലത്തിലുള്ള റാഡിക്കലൈസേഷൻ വഴിവെക്കുന്നതിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. പകരം ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട അടിസ്ഥാനപരമായ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഇൻക്ലൂഡിങ് ഈ ഹിന്ദു റൈറ്റ്സ്, അവർക്ക് നേരെ നടക്കുന്ന അട്രോസിറ്റീസ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടണം. അത് റേസ് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വലിയ പങ്കുണ്ട് എന്ന് മാത്രം അവസാനമായിട്ട് ഞാനൊന്ന് പറഞ്ഞു വെക്കാം. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശം ഉറപ്പുവരുത്താൻ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ജന ഡിബേറ്റ് ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. നമസ്തേ.